ഹായ് ഹലോ നമസ്കാരം കോഴിക്കോട്. ഞാൻ വിദ്യ ബാലചന്ദ്രൻ. കേരളത്തിൻ്റെ തലസ്ഥാനവും നിത്യഹരിത നഗരവും എന്നറിയപ്പെടുന്ന തിരുവനന്തപുരത്ത് നിന്ന് കലയുടെ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമായ കോഴിക്കോടേക്ക് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ കുറച്ച് വിഷമങ്ങളും സ്വപ്നങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. കലാകാരന്മാരെല്ലാം ഇരുകൈ നീട്ടി സ്വീകരിച്ച കോഴിക്കോട് കലാകാരിയാവാൻ നടക്കണ എന്നെയും ഒരു സൈഡിൽ കൂടെ ഉൾക്കൊള്ളും എന്നാണ് എൻ്റെ ഒരു ഇത്. താങ്ക് യു. മഹാഭാരത യുദ്ധത്തിൽ അഭിമന്യുവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? സാറ് കേട്ടിട്ടില്ലേ? അമ്മയായ സുഭദ്രയുടെ വയറ്റിൽ കിടന്ന് യുദ്ധമുറകളെല്ലാം പകുതി മാത്രം കേട്ട് പഠിച്ചിട്ട് കേട്ട് കേൾവിയും വെച്ച് ചക്രവ്യൂഹത്തിലേക്ക് കയറി ചെന്ന മുതൽ അതിയാനും ഞാനും ഏതാണ്ട് ഒരുപോലെ വരും. എൻ്റെ അമ്മ വയറ്റിൽ ഗർഭിണിയായിരുന്ന സമയത്ത് ഓമനമ്മ, നമ്മുടെ സ്റ്റാൻഡപ്പിലെ സ്ഥിരം വേട്ടമൃഗം ഓമനമ്മയുടെ പകുതി മാത്രം കേട്ടിട്ട് ഉറങ്ങിപ്പോയ ഏതോ കുറച്ച് കഥകളുണ്ട്. അത് മുഴുവിപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുത്തുകാരി ആവണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം, ഒരു ശ്രമം ഞാൻ കൊച്ചിലേ തുടങ്ങി എന്നർത്ഥം. പക്ഷേ പട്ടി ചന്തയ്ക്കോ ഇതുപോലെ എഴുത്തുകാരി ആവണമെങ്കിൽ മിനിമം അക്ഷരങ്ങൾ അറിയണമെന്നുള്ള അറിവ് എന്നെ തളർത്തി. റൂട്ട് മാപ്പ് പോലും ഇല്ലാതെ ചക്രവ്യൂഹത്തിലേക്ക് കയറി ചെന്ന് അഭിമന്യുവിനെ സഹായിക്കാൻ ഗൂഗിൾ അമ്മച്ചിയും പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നെക്കാത്ത് മുടോമ്പൾ LP സ്കൂളിൽ പത്മ ടീച്ചർ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് തന്നുവിട്ട സ്ലേറ്റിൽ റാ എഴുതി ടീച്ചർ ആദ്യം എന്നെ തോൽപ്പിച്ചു. പിന്നെ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത, എനിക്ക് കബീഷിൻ്റെ വാല് പോലെ ഷ ഇഞ്ഞ ഇണ്ണ അപ്പ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ അക്ഷരങ്ങൾ തന്ന് വീണ്ടും വീണ്ടും തോൽപ്പിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ നമ്മളെ മലയാളമല്ലേ, ഒരക്ഷരത്തിന് പകരം വേറെ ഏതെങ്കിലും അക്ഷരം എഴുതി നമുക്ക് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറയുന്ന ടോണും സ്ലാങ്ങും അനുസരിച്ച് പോലും ഒരു വാക്കിന് 4 അർത്ഥമാണ്. ഒന്നും വേണ്ട, നമ്മുടെ ഈ കോഴിക്കോട് തന്നെ എത്ര സ്ലാങ് ചേർന്നതാണ്? സാർ പറയോ? നാദാപുരം, കൊയിലാണ്ടി, വടകര, ബേപ്പൂർ എല്ലാം കൂടെ ചേർന്നല്ലേ? അത് തന്നെ നമ്മളെ തിരുവനന്തപുരത്തും. പാറശാല, നെയ്യാറ്റിങ്കര, കാട്ടാക്കട, വെഞ്ഞാറമൂട്, ഇത് എല്ലാം കൂടെ ചേർന്ന് ആകെ ഒരു അവിയൽ പരുവം. ഇപ്പം തന്നെ ജസ്റ്റ് ഞാനിപ്പോൾ നിങ്ങളെ നാട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ എന്നോട് പറയും, ആ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞെങ്കിൽ ആ ഇലയുടെ അങ്ങോട്ട് ചാടിക്കളാം വടക്കോട്ട് ഇല്ലേ? പക്ഷെ എന്നില്ല തിരുവനന്തപുരംകാരി നിങ്ങൾ നിർത്താൻ പറയണവർ ആ ഇലയും പിടിച്ചുകൊണ്ട് അങ്ങ് ചാടിക്കളയും. അതാണ് ഞങ്ങൾ. ഇപ്പം തന്നെ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലായി, ഈ സ്റ്റാൻഡപ്പ് കഴിഞ്ഞെങ്കിൽ എങ്ങനെയെങ്കിലും കഴിച്ചിലാക്കാമെന്നല്ലേ നിങ്ങൾ വിചാരിച്ചത്. ഞാനാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നിർത്താതെ മൈക്കും പിടിച്ചിരിക്കും. അതാണ് നമ്മളെ സ്ലാങ് തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ എന്തൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്കൊക്കെ തമ്മിലൊരു യൂണിറ്റിയും ഡൈവേഴ്സിറ്റി ഉണ്ട് അല്ലേ? കോഴിക്കോടിൻ്റെ നിങ്ങളുടെ തളി മഹാദേവ ക്ഷേത്രം, ഞങ്ങളുടെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം, നിങ്ങളുടെ കാപ്പാട് ബീച്ച്, ഞങ്ങളുടെ കോവളം ബീച്ച്, നിങ്ങളുടെ മിഠായി തെരുവ്, ഞങ്ങളുടെ ചാല മാർക്കറ്റ്, എന്തിനാണ് നിങ്ങളുടെ ഹൽവ, ഞങ്ങളുടെ ബോളി, നമ്മുടെ കേരളം, നമ്മുടെ കല, നമ്മുടെ ഹോർത്തൂസ് അല്ലേ? അപ്പം നമുക്ക് പൊളിക്കാം അല്ലേ? എൻ്റെ മക്കളാണ് അവിടെ നിന്ന് കൂകിക്കൊണ്ടിരിക്കുന്നത്, സ്വന്തം അമ്മയ്ക്കിട്ട് എന്നെ തരണോടാ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു എഴുത്തുകാരി ആവണമെന്നുള്ള എൻ്റെ ആഗ്രഹം. കൊച്ചിലെ നമ്മളോടൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് വലുതാകുമ്പോൾ ആരാവണമെന്നല്ലേ? അപ്പം മുതൽ ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം, എനിക്കൊരു റൈറ്റർ അല്ലെങ്കിൽ എനിക്കൊരു എഴുത്തുകാരി ആവണമെന്നാണ്. അപ്പം നമ്മൾ ഓമനമ്മ പറയും അവൾക്ക് എൻ്റെ എഴുത്താണ് കിട്ടിയിരിക്കണേന്ന്. എൻ്റെ അറിവിൽ എൻ്റെ ചേട്ടൻ്റെയും കണ്ണിൽ കൺമഷി എഴുതണതല്ലാതെ അമ്മുമ്മയ്ക്ക് വേറൊരു എഴുത്തുണ്ടായിരുന്നില്ല. അതും ഒരു ഡപ്പ കരി ഒരു കണ്ണിൽ. ഇപ്പുറത്തെ കണ്ണിൽ എഴുതണമെങ്കിൽ അതേ ദിവസം വേറെ കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരണം. എല്ലാം കഴിഞ്ഞ് ഒടുക്കം എൻ്റെ ചേട്ടൻ്റെ മുഖം കാണണം, ഈ ദിഗംബരൻ്റെ കുട്ടിക്കാലം പോലെ ഇരിക്കും. അവൻ്റെ ഫോട്ടോ കാണിച്ച് പേടിപ്പിച്ചാണ് അമ്മ ഞങ്ങൾക്ക് കൊച്ചിലെ ഊണ് തന്നുകൊണ്ടിരുന്നത്. അതേ ഫോട്ടോ കാണിച്ച് പേടിപ്പിച്ചാണ് ഇപ്പം ഞാൻ എൻ്റെ 2 മക്കൾക്ക് ഇതോ അവിടെ ഇരിക്കുന്ന 2 ഐറ്റത്തിന് ചോറ് കൊടുത്തുകൊണ്ടിരിക്കണത്. ഇത് കഴിഞ്ഞിട്ട് ആ ഫോട്ടോ എടുത്ത് ഞാൻ വീടിൻ്റെ മണ്ടേ തൂക്കിയിടും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി ആവാനുള്ള മിനിമം യോഗ്യത ആരെങ്കിലും പറയോ? ആരെങ്കിലും സത്യസന്ധമായ ആൻസർ. ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ കുറേ വായിക്കണം. അക്ഷരം അറിയണം. പോയിന്റ്. സാറ് ഭയങ്കര ചിരി, സാറ് പറഞ്ഞിട്ട് പോയാൽ മതി. ഒന്നും അറിയണ്ട. ഇതൊന്നും അല്ലെന്നേ എഴുത്തുകാരാനുള്ള മിനിമം യോഗ്യത. അക്ഷരങ്ങൾ കണ്ടാൽ ഉറങ്ങിപ്പോവാതിരിക്കുക. ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് എഴുത്തുകാരനാവാം. ഞാനാണെങ്കിൽ പേനയുടെ ക്യാപ്പ് തുറന്നാൽ തന്നെ അവൻ്റെ കുമ്പാറിൻ്റെ കുഞ്ഞമ്മേരെ മോളെ പോലെയാണ്. എനിക്കിപ്പോൾ ഓപ്പറേഷനൊക്കെ ചെയ്യണമെങ്കിൽ അനസ്തേഷ്യയുടെ ആവശ്യമൊന്നുമില്ല. ഒരു മനോരമ പത്രം പൊക്കിയൊന്ന് കാണിച്ചാൽ മതി, ഞാൻ ഫ്ലാറ്റ്. പക്ഷേ ആഗ്രഹം നമുക്ക് അതിനേക്കാളും വലുതായതുകൊണ്ട് പൗലോ കൊയിലോനെ മനസ്സിൽ ധ്യാനിച്ച് ആഗ്രഹം അങ്ങോട്ട് മുറുക്ക പിടിക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പുള്ളി പറഞ്ഞ ഒരു കാര്യം മാത്രം എനിക്ക് അത്ര അങ്ങ് യോജിപ്പില്ല കേട്ടോ. നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടത്തി തരാൻ ഈ ലോകം മുഴുക്കം നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന്.
ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? വെറുതെയാണ്. ലോകം പോയിട്ട് ലോക്കപ്പിൽ കിടക്കണവൻ പോലും കൂടെ ഉണ്ടാവില്ല. അനുഭവം കൊണ്ട് പറയണം. പക്ഷെ നമ്മളൊരു നിലയിൽ എത്തുന്നവരെ നമ്മുടെ കുറ്റം പറയാൻ ബന്ധുക്കളും നാട്ടുകാരും വീട്ടുകാരും എല്ലാം നമുക്ക് മുൻപന്തിയിലുണ്ടാവും. നമ്മൾ ഈ തെങ്ങി കയറാൻ തളപ്പിട്ടിരിക്കണവൻ്റെ അടിയിൽ ചകിരി കൂട്ടിയിട്ട് കത്തിച്ച് പുകച്ചു വിടൂലേ, അതുപോലെ കുറച്ചെണ്ണം നിങ്ങളാരും സമ്മതിക്കേണ്ട, പക്ഷെ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും. പക്ഷേ ഇവരെ നമ്മൾ വെറുപ്പിക്കാൻ പാടില്ല. ഇവരാണ് നമ്മുടെ കാറൽ മാക്സിൻ്റെ മൂലധനം അല്ലേ? പിന്നെ പറയാം, നമ്മൾ എല്ലാവരിലും ഒരു എഴുത്തുകാരുണ്ട്. ഞാനിപ്പോൾ പറയുന്നത് എനിക്ക് എഴുത്തുകാരി ആവണമെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ നിങ്ങൾ തുറന്ന് പറയാത്ത ഒരുപാട് പേരുണ്ട്. നമ്മളിൽ എല്ലാവരും ഒരു എഴുത്തുകാരിയുണ്ട്. അത് എനിക്ക് മനസ്സിലായത്, എനിക്ക് കുട്ടിക്കാലത്ത് ഒരു ലവ് ലെറ്റർ കിട്ടി. ചേച്ചിക്ക് എന്തോ ഭയങ്കര സംശയമുള്ളതല്ലേ? എനിക്ക് തന്നെയാണ് കിട്ടിയത്. ഒരു ലവ് ലെറ്റർ കിട്ടി. ലവ് ലെറ്റർ വായിച്ച് പറഞ്ഞു തരട്ടെ, ഞാൻ ഇതുവരെ മറന്നിട്ടില്ല. അത് അമ്പരത്തിൽ അംശുതരം വരുന്നേരം കിനാവും കണ്ട് സുഷുപ്തിയിൽ ആറിടാതെ അഞ്ജനകേശി നിൻ കടക്കണ്ണിനേറും കാത്ത് അനുദിനം ശകടത്തിൽ ഞാനിരിപ്പു. വല്ലോ മനസ്സിലായ? എനിക്കും മനസ്സിലായില്ല ആദ്യം. മൂട്ടിൽ വെയിലടിക്കണവരെ കിടന്നുറങ്ങാതെ എന്നും വരണ ബസ്സിൽ വരണം, അവൻ കാത്തിരിപ്പുണ്ടെന്ന്. ഇത് കിളി കൂടോടെ പറന്നുപോയവനെ നേരിട്ട് പറഞ്ഞാൽ പോരായിരുന്ന? ഇതന്വേഷിച്ച് ഞാൻ തിരുവനന്തപുരത്ത് കയറി ഇറങ്ങാത്ത ലൈബ്രറി ഒന്നുമില്ല. അവസാനം മലയാളം ഡിക്ഷണറി വാങ്ങിച്ചാണ് അർത്ഥം മനസ്സിലാക്കിയെടുത്തത്. ആ കടുക് തളിച്ചവനെ ഈ ഇടയ്ക്ക് കണ്ടിരുന്നു കേട്ടോ. ഓടി വന്നെൻ്റെ അടുത്ത് പറഞ്ഞു, വാട്ടർ അതോറിറ്റിയിലാണ് ജോലിയെന്ന്. എങ്ങനെ കിട്ടാതിരിക്കും? ആയ കാലത്ത് ചേട്ടൻ നിൽക്കണം അതേ നിഫ്. ചേട്ടൻ ഇപ്പോൾ താടിക്ക് കൈ കൊടുത്തില്ലേ, അതേ നിഫിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരമ്മച്ചിമാരെയും മാമിമാരെയും ചേച്ചിമാരെയും ഒന്നും വെറുതെ വിടാതെ വെള്ളം ഇറക്കിക്കൊണ്ടിരുന്നവന് വാട്ടർ അതോറിറ്റി തന്നെ ജോലി കിട്ടുള്ളൂ. താങ്ക് യു. ചേട്ടൻ്റെ ഒരു സന്തോഷം, എനിക്ക് സന്തോഷമായി ചേട്ടൻ. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടി വിദ്യ, എന്നെ പണ്ടും അതെ, അവനെ കണ്ടുകൊണ്ട് ഓടി വന്നു കേട്ടോ, എനിക്ക് പണ്ടും അതെ ഇപ്പോഴും അതെ, എന്നെ ആരും എഴുത്തിന് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന്. എങ്ങനെ പ്രോത്സാഹിപ്പിക്കും? കഞ്ഞിപ്പുരയിൽ അമ്മിണി ചേച്ചിക്ക് വരെ, അമ്മിണി ചേച്ചിയുടെ പേര് വരെ ചേർത്ത് ഫ്ലെയിം വെട്ടി കളിച്ചവനാണ്. അവനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വെച്ചു അവൻ കാർപ്പൻറ്റർ ആവുമെന്ന്. കാരണം ഡെസ്കിൽ കോമ്പസ് വെച്ച് ഇനി എഴുതിടാൻ ഒരു പെണ്ണുങ്ങളെ പേരില്ലായിരുന്നു. അവൻ സ്കൂൾ വിട്ട് മാറി പറഞ്ഞ ഡെസ്കും ബെഞ്ചും ഒക്കെ മാറ്റി. പരീക്ഷയ്ക്ക് മാത്സ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന് കവിത വന്നപ്പം അതിൽ രണ്ടുപേര് കവിത എഴുതി വെച്ചിട്ട് അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാതെ കണക്ക് മാഷ് തലതല്ലി ചത്തത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവനെയൊക്കെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾ തന്നെ പറ, ആൻസി പറയാടെ, പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ? പറ്റത്തില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ അവനെ മാത്രം നമ്മൾ കുറ്റം പറയണത് ശരിയല്ലല്ലേ? പണ്ടത്തെ പാട്ടും കവിതയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആർക്കാ ഒന്ന് പ്രണയിക്കാൻ തോന്നാത്തല്ലേ? ഇല്ലേ? പാട്ട് ഇപ്പോഴും സാറ് കണ്ണൊടിച്ച് പഴയകാല ഓർമ്മയിൽ കണ്ണൊക്കെ തുടക്കണമെങ്കിൽ സാറ് പേടിക്കണ്ട, ഞാൻ പരസ്യമാക്കൂല. സാറ് ഇപ്പം അതാണ് ഓർമ്മിച്ചതെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ മൈക്കിൽ കൂടെ വിളിച്ച് പറയൂല. നമ്മുടെ മുരുകൻ കാട്ടാക്കടെ പ്രേമത്തിൻ്റെ ഒരു കവിതയുണ്ട്. രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു അല്ലേ? കേൾക്കുമ്പോൾ തന്നെ എന്ത് രസം, നമുക്ക് പ്രണയം തോന്നിപ്പോവല്ലേ? ഈ പ്രണയം വെച്ചുകൊണ്ട് ഓടിപ്പോയി ഇപ്പം ഏതെങ്കിലും പെണ്ണുങ്ങളടുത്ത് പോയി എനിക്ക് നിന്നോട് പ്രണയമാണെന്നൊന്ന് പറഞ്ഞു നോക്ക്, അപ്പം കേൾക്കാം. എൻ്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 18, സൂചി കുത്താനിടമില്ലാത്ത. നോ കമൻസ്. കാരണം സൂചി കുത്താനിടത്ത് ഞാൻ പോവാറില്ല, എനിക്ക് മിനിമം നിൽക്കുക ഇത്രയും സ്ഥലമെങ്കിലും വേണം, അതുകൊണ്ട് കമൻസ് പറയുന്നില്ല. ഇനി അങ്ങനെയുള്ള പെണ്ണുങ്ങളടുത്ത് വീണ്ടും പറഞ്ഞാൽ പിന്നെ നമ്മൾ 22 FK അത് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി. എന്താ ഒരു പെൺകുട്ടി പ്രേമിച്ച് പോയി കഴിഞ്ഞാൽ പണ്ടത്തെ കാമുകന്മാരാണെങ്കിൽ നിസ്സാരം, മംഗളം നേരുന്നു ഞാൻ മനസ്സിനി മംഗളം നേരുന്നു ഞാൻ, അതൊക്കെ നമ്മൾ തേച്ചില്ലേ പെണ്ണേ തേച്ചില്ലേ പെണ്ണേ തേപ്പൂപ്പെട്ടി പോലെ വന്നിട്ടെന്നെ. ഒന്നും വേണ്ട കേട്ടോ, നമ്മളെ ബാവുക്ക ഒരു പൂ വേണമെന്ന് ചോദിക്കണത് എന്ത് മനോഹരമായിട്ടാണ്. പറയോ ബാവുക്കേരെ പൂ വേണമെന്നുള്ള പാട്ട്? ഒരു പുഷ്പം മാത്രമെൻ, എന്നെക്കൊണ്ട് കൂടുതൽ പാടിക്കണോ നിങ്ങൾ? ബാക്കി പാടേപ്പോ. പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. അടിപൊളി അല്ലേ? കേട്ടാൽ നമുക്ക് പ്രണയിക്കാൻ തോന്നും, സത്യം തന്നെ. പക്ഷേ ഇപ്പോൾ ഉള്ള ഒരു പൂ വേണമെന്ന് ചോദിക്കണം എങ്ങനെ? ഹേ ബനാനേ ഒരു പൂ തരാമോ, ഹേ ബനാനേ ഒരു കായ് തരാമോ. പണ്ടത്തെ പാട്ട് കേട്ടാൽ നമുക്ക് പ്രണയിക്കാൻ തോന്നുമെങ്കിൽ ഇപ്പോഴത്തെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടൊന്ന് തുള്ളിച്ചാടാനാണ് തോന്നുന്നത് അല്ലേ? അതൊക്കെയാണ്. അതുകൊണ്ട് അവനെ ഞാൻ കുറ്റം പറയുന്നില്ല. വീണ്ടും എൻ്റെ എഴുത്തുകാരിയിലേക്ക് വരാം. എൻ്റെ എഴുത്തുകാരി നിങ്ങളാരും മറക്കാൻ പാടില്ല. എന്നിൽ വലിയൊരു എഴുത്തുകാരിയുണ്ട്. ഒരു എഴുത്തുകാരനാവണമെന്നുള്ള ആഗ്രഹം കഠിനമായിട്ടുള്ളതുകൊണ്ട് തന്നെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എഴുതിയ വീട്ടി വട്ടതിരിപ്പാടിനെ മനസ്സിയാൽ ധ്യാനിച്ചുകൊണ്ട് അരിക്കലെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പേനയും പേപ്പറും എടുത്ത് ഞാൻ എഴുതായിരുന്നപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സംഭവം ഇല്ലയെന്ന് എനിക്ക് മനസ്സിലായത്.
അയ്യേ തൊപ്പി വെച്ച ചേട്ടാ തെറ്റിദ്ധരിക്കണ്ട. തൂലികാനാമം ഉണ്ടെങ്കിലേ ഒരു എഴുത്തുകാരി ഉണ്ടാവുള്ളൂ എന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്ന ഒരു ബാല്യകാലം എനിക്കുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലേ? ഇപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ പേര് ചോദിച്ചാൽ നിങ്ങൾക്ക് പുള്ളിക്കാരൻ്റെ ഒറിജിനൽ പേരോ തൂലികാനാമോ ഒക്കെ അല്ലേ ഓർമ്മ വരുള്ളൂ. നമ്മുടെ സിനിമയിൽ തന്നെ ന്യൂമറോളജിക്കൽ പ്രകാരം പേര് മാറ്റിയിട്ടാണ് എത്ര പേര് സ്റ്റാർ ആയിരിക്കുന്നത്. ഒന്നും വേണ്ട. കൃഷ്ണൻ നായരും ക്ലാര അഭിനയിച്ച സിനിമ എന്ന് പറഞ്ഞാൽ സാറ് പോയി കാണുമോ? ഞാൻ കാണൂല. അത് നമ്മളെ ജയനും നമ്മുടെ ശീലാമ്മ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമല്ലേ, അതാണ്. നിത്യഹരിത അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഗുമ്മുണ്ടോ? അത് നിത്യഹരിത നായകൻ പ്രേം നസീർ എന്ന് തന്നെ പറയണം. എന്തിനും നമ്മളെ ഉർവശി ചേച്ചിയെ നോക്കിയിട്ട് കവിതയെന്ന് വിളിച്ചാൽ ഉർവശി ചേച്ചി പോലും തിരിഞ്ഞു നോക്കൂല. അതുകൊണ്ട് തന്നെ തൂലികാനാമവും ന്യൂമറോളജിക്കൽ പ്രകാരം പേര് മാറ്റുന്നതിൻ്റെ ആവശ്യം വളരെ അത്യന്താവശ്യമായതുകൊണ്ട് ഞാനൊരു തൂലികാനാമം തപ്പിക്കൊണ്ടുപോയി. അപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത്, പമ്മനും കോവിലനും കൂടെ വിലാസിനെ കാണാൻ വേണ്ടി ഒളപ്പമണ്ണയും കൂട്ടിക്കൊണ്ട് എടശ്ശേരി വഴി കാക്കനാട് ചാടി. അപ്പം തിക്കൊടിയൻ ഇവരെയും കാത്ത് പാറപ്പുറത്ത് ഉറൂവിൻ്റെ കടിയും കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏകലവ്യനായ അക്കിത്തത്തിനെ നാഗവല്ലിയും കൽക്കിയും കാണിച്ച് സമാധാനിപ്പിച്ച് കടമ്പനിട്ട വഴി MD-യുടെ നാലുകെട്ടിലെത്തിയപ്പോഴാണ് ഇവരൊക്കെ എഴുത്തുകാരായതെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്ന ഞാൻ എനിക്കും ഒരു തൂലികാനാമം കണ്ടെത്തി. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഞാൻ പഠിച്ചതിന് ചേട്ടനെങ്കിലും മൈൻഡ് ചെയ്തല്ലോ. പക്ഷെ തൂലികാനാമം എന്തെന്ന് ഞാൻ ഇപ്പോൾ പറയൂല. ഞാൻ ഭാവിയിൽ ഒരു ബുക്ക് ഇറക്കും, അതിൽ ഞാൻ എൻ്റെ തൂലികാനാമം വയ്ക്കും. അപ്പോൾ നിങ്ങളെല്ലാം കണ്ടുപിടിച്ചോണം കേട്ടോ. അപ്പോൾ തൂലികാനാമത്തിൻ്റെ പുറകെ തൂലികാനാമം കിട്ടിക്കഴിയുമ്പം പിന്നെ നമ്മൾ എഴുതാൻ വേണ്ടത്, നമുക്ക് അത്യാവശ്യം നമ്മൾ എഴുതണമെങ്കിൽ അനുഭവം വേണം. അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് ആരാ പറഞ്ഞെന്ന്? അഖിൽ പി ധർമ്മരാജിൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന് ഞാൻ മനസ്സിലാക്കി. റാം ആണെങ്കിൽ അനുഭവങ്ങളെ പുറകെ പോയി, ഞാനും വച്ചു പിടിച്ച് റാമിൻ്റെ പുറകെ കൂടെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. തിരുവനന്തപുരത്ത് നിന്ന് ഐലൻഡ് എക്സ്പ്രസ് കൊല്ലത്തെത്തിയപ്പോൾ എന്നെ TTR പിടിച്ചു. റാം ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നേ, ഞാൻ കള്ളവണ്ടിയായിരുന്നു. ടിക്കറ്റ് എടുക്കണ കാര്യം അഖിൽ പി ധർമ്മരാജ് അതിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. ടിക്കറ്റ് എടുക്കണ കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ടിക്കറ്റ് എടുത്തുകൊള്ളില്ല. റാമിന് കഥ കിട്ടി, എനിക്ക് നല്ല ഇടി കിട്ടി. പിന്നെ എനിക്ക് മനസ്സിലായി അനുഭവങ്ങളും എല്ലാം പാച്ചാളികളാണ്, അതിലൊന്നും കാര്യമില്ല, ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ രാജശ്രീ കല്യാണിയുടെയും ദാക്ഷാണിയുടെയും കഥ എഴുതിയത് അനുഭവം വെച്ചിട്ടാണോ? ഭാവന, വെറും ഭാവന. ഇപ്പോഴും ആ ബുക്ക് എടുത്ത് വെച്ച് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരടുത്ത് നിന്ന് അവരുടെ സ്ലാങ് കേൾക്കുന്ന പോലെ ഫീൽ ചെയ്യും. മനസ്സിലാവില്ലേ? ഇപ്പം ഞാൻ പറയണം നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവണം ഞാൻ നോക്കണുണ്ടോ? ഞാൻ വച്ചങ്ങ് കീറണുണ്ടില്ലേ? അതുപോലെ മനസ്സിലായാലും ഇല്ലെങ്കിലും നമ്മൾ ആ ബുക്കങ്ങ് വായിച്ചു തീർക്കണം. അപ്പോൾ ഭാവന വരാൻ വേണ്ടി കാത്തിരുന്നു. ഭാവന സിനിമയെ നിർത്തിപ്പോയി, എനിക്കൊട്ട് വന്നുമില്ല. എന്നാലും ഞാൻ തളർന്നില്ലേ, ഞാൻ അങ്ങ് പിടിച്ചു നിന്നു. എനിക്ക് കാരണം KR മീരയുടെ ആരാചാറിൽ സഞ്ജീവ് കുമാർ മിത്ര ചേതനയോട് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്ത് ഈ ജോലി ചെയ്യാൻ നീ അല്ലാതെ മറ്റൊരു സ്ത്രീ ഇല്ല എന്ന്. ഇപ്പം നിങ്ങളെല്ലാം വിചാരിച്ചു മറ്റേ അനിൽ ബാലേന്ദ്രൻ്റെ മോട്ടിവേഷൻ ക്ലാസ് ആണെന്ന്. അല്ല, തൂക്കിക്കൊല ചെയ്യാൻ വേണ്ടി ഒരു പെണ്ണിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് നാണമുണ്ടാ? പാവപ്പെട്ട പെണ്ണിനെ കൊണ്ട് തൂക്കിക്കൊല ചെയ്യേണ്ടത് തന്നെ. അതൊക്കെ വായിച്ചിട്ട് നമ്മൾ തൂക്കിക്കൊലയുടെ ഫ്രണ്ടിൽ നിൽക്കണ പോലെ തോന്നും. അങ്ങനെ രണ്ടും കൽപ്പിച്ച് എനിക്കായിട്ട് വരണ എഴുത്തിനെ കാത്തിട്ട് ഞാൻ നിന്നപ്പോഴാണ് അവസാനം എനിക്കൊരു സത്യം മനസ്സിലായി. എഴുതാൻ വേണ്ടത് ഇതൊന്നും അല്ലെന്നേ. എഴുതാൻ വേണ്ടത് നമ്മൾ സ്ത്രീകൾക്ക് മെയിനായിട്ട് സ്വാതന്ത്ര്യമാണ്. തനിക്ക് പറയാനുള്ളത് തനിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ ലോകത്ത് എൻ്റെ കണ്ണിൽ മാധവിക്കുട്ടി അമ്മ, കമലാ സുരയ്യ, നമ്മുടെ ആമിക്കുട്ടിക്ക് മാത്രമേ ഉള്ളൂ. ആമിക്കുട്ടിയെ പോലെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ വല്ലതും ഇപ്പം തുറന്ന് വിളിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരും നാട്ടുകാരും തൻ്റെ സഹോദരനും കെട്ടിയവനൊക്കെ ഇരിപ്പുണ്ട്. എല്ലാവരും കൂടെ വന്ന് എന്തിന് ഇന്ന് പരിചയപ്പെട്ടത് ഇപ്പം പരിചയപ്പെട്ട നിങ്ങൾ വരെ എന്നെ വന്ന് കയറി അടിക്കും. അതുകൊണ്ട് കൂടുതൽ സത്യങ്ങൾ തുറന്ന് പറയണ്ടെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, എപ്പോഴും സ്റ്റാൻഡപ്പിൽ വീട്ടുകാരെയും നാട്ടുകാരെയും ബന്ധുക്കളെയും മറ്റി മാത്രമാണല്ലോ പറയാറ്, വേറെ ഒന്നും പറയാറില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട്. ബേപ്പൂർ സുൽത്താനായ വൈക്കമുത് ബഷീറിൻ്റെ പാത്തുമ്മയും ഖദീജയും അബ്ദുൽ ഖാദറും നാരായണിയും രാമൻ നായരും സാറാമയും മജീദിനെയും സുഹറയൊക്കെ കേട്ടും കണ്ടും വായിച്ചും വളർന്ന നമ്മൾ എങ്ങനെ ചുറ്റുമുള്ളവയും കാണാതെയും പറയാതെയും മിണ്ടാതെയും പോകാൻ സാധിക്കും അല്ലേ? അതുകൊണ്ട് സന്തോഷത്തോടെ അഭിമാനത്തോടെ ബേപ്പൂർ സുൽത്താൻ്റെ മണ്ണിൽ നിന്ന് മനോരമ ഹോർത്തൂസിനൊപ്പം വിദ്യാ ബാലചന്ദ്രൻ. താങ്ക് യു. നമുക്ക് എന്തായാലും ടൈമുണ്ട്. ബോറടിക്കുന്നില്ലെങ്കിൽ മാത്രം ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ആൻസി നീ ചോദിക്കണ്ട, ചോദിക്കാം, എന്ത് വേണം ചോദിക്കാം. എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞു. How can you this kind of confident? എങ്ങനെ ഇത്രയും പറയേണ്ട കാര്യമാണ്. സത്യം പറഞ്ഞാൽ വീട്ടിൽ അടുക്കളയിൽ ഉപ്പുമാവ് കിണ്ടിക്കൊണ്ടിരുന്ന ഒരു സാധാരണ വീട്ടമ്മയാണ് ഞാൻ.
ഞാൻ മഴവിൽ മനോരമയിലെ ബമ്പർച്ചിരി എന്നുള്ള പ്രോഗ്രാം കാണുമ്പോൾ എഴുതണം എന്നുള്ളത് ഞാൻ പറഞ്ഞ സത്യമാണ് കേട്ടോ, ഉള്ളിലുണ്ട്, അതുണ്ട്. അപ്പോൾ എന്തോ ഒരു താല്പര്യം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സാധനമൊക്കെ മോട്ടിവേറ്റ് ചെയ്യുമല്ലോ. അപ്പം ഞാൻ നോക്കിയപ്പം ഒരുപാട് പേര് ഇതേണ്ട ആൻസി, മായാവി, മഹാദേവൻ, ജോൺ, അങ്ങനെ സ്റ്റാൻഡപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുടെ നിര. ഇവരെയൊക്കെ കണ്ട് സ്റ്റാൻഡപ്പ് എന്താണെന്ന് ആദ്യം പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ തോന്നി എന്നെ ഒന്ന് മാറ്റി നിർത്തി എല്ലാവരും കാണണമെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കോസ്റ്റ്യൂമാണ് സാരി, പൂവ്, ജിമിക്കി, കമ്മലും എല്ലാം കൂടെ. കാരണം എൻ്റെ അറിവിൽ ഇപ്പം മലയാളത്തിൽ ഈ ഒരു കോമഡി വേഷത്തിൽ ആരും സ്റ്റാൻഡപ്പ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഞാൻ എനിക്കായിട്ട് തെളിഞ്ഞ് എവിടെ പോയാലും ഞാൻ ഈ വേഷത്തിൽ പോയാലും എല്ലാവരും എന്നെ തിരിച്ചറിയുന്നുള്ളൂ, അത് സത്യം. വേറെ എന്തേലും അനിയത്തിയെ പോലെ തന്നെ ഉഷാ ഉതുപ്പ് ഇതുപോലെ സാരി കിട്ടുകയാണ്. പാടുന്നതേ ഉള്ളൂ, പക്ഷേ കോമഡിയാന്നേ ഉള്ളൂ. വലിയൊരു അപ്രിസിയേഷനാണ് കേട്ടോ അത്. ഉഷാ മാമിൻ്റെ കൂടെയൊക്കെ പേര് ചേർത്ത് പറയുക എന്നുള്ളതല്ല, നമുക്കുള്ള സ്ഥലം നമ്മൾ തന്നെ കണ്ടെത്തുകയും നമുക്കവിടെ എന്തെങ്കിലും വെറൈറ്റി ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുക. നമ്മൾ എല്ലാവരെ പോലും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും ഒരുപോലെ ആവില്ലേ? അപ്പം മാറ്റി ചിന്തിക്കുന്നത് എന്താ, ട്രിവാൻഡ്രം സ്ലാങ്ങിൽ പറയുന്നു, സ്ലാങ് ഇതെൻ്റെ സംസാരമാണ് കേട്ടോ, ഇങ്ങനെ എനിക്ക് പറയാൻ അറിയുള്ളൂ. ഞാൻ ഓമനമ്മൂമ്മയുടെ കൊച്ചുമോളായിട്ടല്ലേ വളർന്നത്, ഓമനമ്മൂമ്മയല്ലേ എല്ലാം ചെയ്ത് വളർത്തി. അപ്പോൾ അമ്മൂമ്മ വിട്ടിട്ടൊരു കളിയില്ലല്ലോ, എന്ത് പറഞ്ഞാലും നമ്മുടെ മാതൃഭാഷ തന്നെയല്ലോ, സ്ലാങ്ങും അത് തന്നെ വരുള്ളൂ. പിന്നെ വലുതായിട്ട് പോവാതിരിക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റി പിടിക്കാറുണ്ട്. പിന്നെന്താ, എന്തെങ്കിലും എന്തേലും ഈ സ്റ്റാൻഡപ്പ് കോമഡിക്ക് സബ്ജക്റ്റ് വൈസ് ആയിട്ട് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക് ആയിട്ടുണ്ടോ? നമ്മുടെ ചുറ്റും സബ്ജക്റ്റ് അല്ലേ. ഇപ്പം നിങ്ങൾ ഓരോരുത്തരും എൻ്റെ സബ്ജക്റ്റ് അല്ലേ. ഓരോരുത്തർക്ക് ഒരു കഥ എഴുതാൻ എല്ലാവർക്കും കഥ ഉണ്ടാവില്ലേ. ഇപ്പം നിസ്സാരം സാറിനോട് ചോദിച്ചാൽ സാറ് പറയും എൻ്റെ കഥ തന്നെ ഒരു സിനിമയാക്കാനുള്ള കഥയുണ്ടെന്ന് പറയും. ചേച്ചിയോട് ചോദിച്ചാൽ ചേച്ചി പറയും എനിക്ക് തന്നെ ഒരു സിനിമ 10 സിനിമയ്ക്കുള്ള കഥ എൻ്റെ ചേച്ചി ഇരിക്കണ ഇരിപ്പ് കണ്ടാൽ എനിക്കറിയാം 10 സിനിമയ്ക്കുള്ള കഥയും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇരിക്കണേന്ന്. ഇറക്ക് ചേച്ചി, ആർക്ക് വെച്ചിരിക്കണേ, ഇറക്ക്, ഒന്ന് നോക്കല്ലേ, നാണക്കേട് നോക്കണ്ട. നമ്മൾ ആൾക്കാരല്ലേ ഉള്ളൂ. നമ്മൾ ഇവരെയൊക്കെ നമ്മൾ അന്യരായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തുറന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അത് പറഞ്ഞേ. അതുപോലെ കണ്ടൻറ്റ് എല്ലായിടത്തും ഉണ്ടാവും. അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു ദിവസം ഹസ്ബൻഡ് വിളിച്ച് ചോദിച്ചു, താനല്ലേ ചോദിച്ചേ, ഹസ്ബൻഡ് വിളിച്ച് ചോദിച്ചു നീ ഇങ്ങനെ നിന്നോ, നീ സ്റ്റാൻഡപ്പ് ഒന്നും എഴുതണ്ടാന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിലെ ജോലിയും കാര്യങ്ങളും എല്ലാം കൂടെ നടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നീ അടുക്കളയിൽ തന്നെ കിടന്നോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അടുക്കള നല്ല സബ്ജക്റ്റ്. അങ്ങനെയാണ് അടുക്കള വെച്ചിട്ട് ഞാനൊരു സ്റ്റാൻഡപ്പ് ചെയ്തത്. നമുക്ക് വേണ്ടത് നമുക്ക് തന്നെ ഇങ്ങോട്ട് കിട്ടും. അടുക്കളയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഒരു സ്ത്രീകൾക്ക് വേണ്ടി പറഞ്ഞ ഒരു ഡയലോഗിൻ്റെ കാര്യം കൂടെ പറയാട്ടോ, അതെന്നെ എല്ലായിടത്തും പറയാം. നമ്മുടെ സ്ത്രീകൾ പൊതുവേ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, നിനക്ക് എന്താണ് ഇവിടെ ഇത്ര മലമറിക്കണ പണിയെന്ന്. കേട്ടിട്ടുണ്ടോ ഇല്ലയോ? കേട്ടിട്ടുള്ളവർ കൈ വയ്ക്കേ. ആ ചേച്ചിയുടെ കൈ കൊട്ടൽ കണ്ടറിയാൻ ഡെയിലി കേട്ടാണ്. പാവം ചേട്ടാ, പാവം. പക്ഷെ ചേട്ടൻ കൊച്ചിനെ വെച്ചിരിക്കണാണെമ്പോൾ ചേട്ടനാണ് പാവം തോന്നുന്നത്. നല്ല ഹസ്ബൻഡ്. അപ്പോൾ കേട്ടിട്ടുള്ളവരുണ്ടാവും, കേൾക്കാത്തവർ ഭാഗ്യം ചെയ്ത ഭാര്യമാരായിരിക്കും കേട്ടോ, പറയാതെ വയ്യ. മറ്റവർ കേട്ടിട്ടുള്ള ഭാഗ്യം ഇല്ലാത്തവരെന്നല്ല, പക്ഷേ നമ്മൾ ചെയ്യുന്ന ഭയങ്കര വലിയ പണിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യമൊന്നും അവർ വില കൊടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്ക് ഉള്ളിൽ വരുന്നൊരു വിഷമമില്ലേ. രാവിലെ കോഴി കൂടതിന് മുമ്പ് എണീറ്റ് കോട്ടുമായിട്ട് വരുന്ന കോഴിയുടെ മുഖത്തേക്ക് കൊഞ്ഞനം കാണിച്ച് അരി അടുപ്പത്തിട്ട് ചായയും കാപ്പിയും കറിയും എല്ലാം ഉണ്ടാക്കി കൃത്യസമയത്ത് കുട്ടികളെ സ്കൂളിലും കെട്ടിയതിനെ ജോലിക്കും അയച്ച് അലക്കി തൂത്ത് തുടച്ച് മീൻകാരൻ മജീദൊക്കെ വരുമ്പം 2 നത്തോലിയെങ്കിലും എക്സ്ട്രാ വാങ്ങി കറി വെച്ച് ബാക്കിയെടുത്ത് പൊരിച്ച് കോഴിക്കൂട്ടി പോയി കോഴി മുട്ടയിട്ടാൽ നോക്കുമ്പോൾ അതപ്പുറത്തെ സുധാകരൻ്റെ വാഴപ്പട ഇട്ട് വെച്ചിരിക്കും. മതിൽ ചാടിപ്പോയി അതും എടുത്തുകൊണ്ട് വന്ന് തിരിച്ചു വരണവയ്ക്ക് ആരും കാണാതെ നാളെ തോരൻ വയ്ക്കാൻ ഒരു വാഴക്കൂമ്പ് ഒടിച്ചുകൊണ്ട് വെച്ച് അലക്കിയതെല്ലാം ഇസ്തിരിയിട്ട് വയ്ക്കുമ്പോൾ കുട്ടികളെ സ്കൂളിൽ നിന്ന് വിളിക്കാനുള്ള സമയമാവും. നേരെ പോയി വിളിച്ചുകൊണ്ട് വന്ന് കുളിപ്പിച്ച് കഴിപ്പിച്ച് പഠിപ്പിച്ച് വിളക്കൊരുക്കി കത്തിച്ച് രാത്രിക്കുള്ള എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കുമ്പം ദോരിക്കണം 2 എണ്ണത്തിൽ ഒരുത്തന് പൂരി ഒരുത്തിക്ക് ചപ്പാത്തി മാറി മാറി പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ രാവിലെ ജോലിക്ക് പോയിട്ട് തിരിച്ച് TV മുമ്പ് കാല് നീട്ടിയിരുന്ന് കെട്ടിയവൻ ചോദിക്കും റിമോട്ട് എവിടെ അടിയുന്നു. ഞാൻ കണ്ടില്ല മനുഷ്യ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, നിനക്കെന്താണ് ഇവിടെ ഇത്ര മലമറിക്കണ പണി? ഞാൻ പണിയൊന്നും ചെയ്തില്ലേ, നിങ്ങൾ പറ, ഞാൻ ഒരു പണിയും ചെയ്തില്ലേ? ഇതൊക്കെ ഇപ്പോഴുള്ള മിക്സിയും നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യം. അപ്പം നമ്മുടെ അമ്മൂമ്മമാരുടെയും കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവരെന്തുമാത്രം ചെയ്തിട്ടായിരിക്കും അല്ലേ. നമ്മളെ അമ്മമാരോടൊക്കെ പറഞ്ഞിട്ടില്ലേ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കില്ല, ഞാൻ നമ്മളെ മായാവിയെ വിളിക്കും. പറഞ്ഞു കെട്ടിയോൻ സ്റ്റാൻഡ് കോമഡി, കെട്ടിയോൻ്റെ മുന്നിൽ സ്റ്റാൻഡ് കോമഡി അവതരിപ്പിക്കാറുണ്ട്, അദ്ദേഹം ചിരിക്കാറുണ്ട്. കെട്ടിയോനല്ലേ?
കെട്ടിയോൻ ചിരിച്ചാൽ മാത്രമേ ഞാൻ കൊണ്ട് മഴവിൽ മനോരമയിലോട്ട് പോവുള്ളൂ, ഇല്ലെങ്കിൽ അതവിടെ എടുക്കില്ല എന്നാണ് അർത്ഥം. കാരണം കെട്ടിയോന് നല്ല ഹ്യൂമർ സെൻസാണ്, പറയുന്നത് ഭാര്യയാണെന്നുള്ള നല്ല ബോധ്യം ഉള്ളതുകൊണ്ട് പുള്ളിക്ക് ചിരിക്കണോ വേണോ എന്നുള്ള സ്ഥലത്തെ പുള്ളി ചിരിക്കുള്ളൂ. നമ്മളല്ലാതെ പുള്ളിയെയോ പുള്ളിയുടെ കുടുംബത്തെയോ കുറ്റണ കാര്യം വന്നപ്പോൾ അധികം ചിരിച്ചു തരില്ല. കാരണം അതുകൊണ്ട് നീ പോണ്ടടിയെന്ന്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ NP മുഹമ്മദ് സാർ എഴുത്തുകാരൻ, അദ്ദേഹം സഞ്ചരിച്ചിട്ടല്ല എണ്ണപ്പാടം എന്ന് പറഞ്ഞ കഥ ഉണ്ടാക്കിയത്. ഫുൾ മുസ്ലിം സബ്ജക്റ്റ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ പരിസരത്തുള്ള സബ്ജക്റ്റുകളാണ് അദ്ദേഹം കഥ ആക്കിയിട്ട് പല സിനിമകളിലും ഇറക്കിയിരിക്കുന്നത്. പക്ഷെ അതിന് അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടി വന്നിട്ടില്ല. അദ്ദേഹത്തിന് തൂലികാ നാമം അതുമില്ല. അദ്ദേഹം അതിലേറെ പ്രശസ്തനായിട്ടുമുണ്ട്. കണ്ടോ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായോ ഞാൻ പറയുന്ന പോലെ സ്റ്റാൻഡപ്പിൽ നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തെ ചന്ദ്രയാമിയും സരോജാമിയും വാസുവാമനെയും സുഖവാമനെയും ശശിയാമനെയൊക്കെ മാത്രം നോക്കിയാൽ മതി. നമുക്ക് ചുറ്റും ഒരിടത്തുനിന്നും പോവേണ്ടി വരില്ല. അവരെല്ലാം നമ്മുടെ ലൈഫുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ എല്ലാ കാര്യമായിട്ടും അവർ കണക്റ്റഡ് ആണ്. അവരിൽ നിന്ന് നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ മാത്രം ഇങ്ങനെ ചുരണ്ടി എടുത്താൽ മതി. നമുക്കൊരു എഴുത്തുകാരനാവാന്നുള്ളതാണ്, എഴുത്തുകാരി ആവാന്നുള്ളതാണ് ചേട്ടൻ പറഞ്ഞിട്ട് അടുത്ത്. ചേട്ടാ ഹാറ്റ്സ് ഓഫ് ചേട്ടാ, താങ്ക് യു ചേട്ടാ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ സൈഡിൽ നിന്നൊന്നും വന്നില്ലല്ലോ കാര്യമായിട്ട്. ഇത് ആൻറ്റി എന്തോ ആലോചിച്ചുകൊണ്ടിരിപ്പുണ്ട്. ആൻറ്റിയോട് ഞാൻ ചോദിക്കും. ആൻറ്റി പറഞ്ഞു. ഒന്നും പറയാനില്ല. ഞാൻ കണ്ടിട്ടുണ്ട് കോമഡി സ്റ്റാറിൽ. അയ്യോ കണ്ടിട്ടുണ്ടെന്ന് സമാധാനം. ഞാൻ കണ്ടിട്ടുണ്ട് പരിപാടി. ഫസ്റ്റിലത്തെ പരിപാടി തന്നെ കണ്ടിട്ടുണ്ട്. പിന്നെ ഏതോ ഒരു പരിപാടി ഉണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ചെയ്തില്ലേ പ്രസന്റ് ഡെലിവറിയുടെ കണ്ട അത് കാണാം. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചാൽ മാത്രമേ സ്ത്രീകൾ നോക്കുള്ളൂ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾ എത്ര പുരുഷന്മാർ എൻ്റെ അത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു? കണ്ടിട്ടുണ്ട്. താങ്ക് യു സാർ. അതുകൊണ്ട് തന്നെ പറയാൻ വയ്യ. നിങ്ങൾ ആണുങ്ങളും അടുക്കളയിൽ കയറൂലേ എന്ന് ചോദിക്കും. ആണുങ്ങൾ നല്ല സുന്ദരമായിട്ട് കയറും. പക്ഷെ അവർ കയറുമ്പം മേസ്തിരിക്ക് മെക്കാട് പോലെ നമ്മൾ കൂടെ കയറിയേക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഒരു മാസത്തേക്ക് കരുതി വെച്ചിരിക്കണം വെളിച്ചെണ്ണ, ഉപ്പ്, മല്ലിപ്പൊടി, മുളകുപൊടി, ജീരക, കടുക് എല്ലാം കൂടെ ഒരു ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചെടുത്ത് സാറ് പുഴുങ്ങിയെടുത്തൊരു നിപ്പുണ്ട്. ഈ ഇരട്ടപ്രസവം ഒറ്റയ്ക്ക് എടുത്തിട്ട് ഇരുന്ന വയറ്റാട്ടിയെ പോലെ. ചേച്ചിയോട് ചോദിച്ചാൽ ചേട്ടൻ കറക്റ്റായിട്ട് പറഞ്ഞു തരും. വേറെ ഇനി എന്താ, നമുക്ക് മായാവിയെ വിളിച്ചാലോ? നമ്മള് പറയും. ആരുടെ എല്ലാ പരിപാടിയും കാണാറുണ്ട്. താങ്ക് യു ചേട്ടാ. ഇതുവരെയായിട്ട് ഒരു രാഷ്ട്രീയക്കാരെ കുറിച്ചുള്ള സ്റ്റാൻഡപ്പ് കോമഡി കണ്ടില്ലല്ലോ ചേട്ടാ. പേടിച്ചിട്ടാണ്? ഒരു പേടിയില്ല ചേട്ടാ, എനിക്ക് ഒരു പേടിയില്ല. എനിക്ക് അത്യാവശ്യം രാഷ്ട്രീയ ബോധമുണ്ട്. രാഷ്ട്രീയ പാർട്ടി ഇല്ല, പക്ഷെ രാഷ്ട്രീയ ബോധമുണ്ട്. ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പല ഭൂകമ്പങ്ങളും നടക്കുമെന്നുള്ള പേടിയുണ്ട് മാത്രമാണ്. റേഷൻ കടയിൽ നിന്ന് തുടങ്ങേണ്ടി വരും. അത് അവസാനം ഹിറ്റ്ലർ ഭരണത്തിലേ പോയി നിൽക്കുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയാത്തത്. പിന്നെ നമ്മൾ സംസാരിക്കുന്നതൊക്കെ ഒരു ചാനൽ മുഖേനയാണ്. അപ്പോൾ ചാനലിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ ആരെയും വേദനിപ്പിക്കാതെ, അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇല്ലാതെ ഞാൻ എഴുതിക്കൊണ്ടുപോകുന്ന സ്ക്രിപ്റ്റൊക്കെ അവർ വെട്ടിക്കളയും. നമുക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചാനൽ ചർച്ചയ്ക്ക് നമുക്ക് രണ്ടുപേർക്കും വെന്നിരിക്കാം. വേറെന്താ എന്തെങ്കിലും? അയ്യോ കൊടുത്തോ. അവിടെ കുറേ പേരുണ്ട്, കണ്ടൂടല്ലോ. മൈക്കൊന്ന് കൊടുത്തേ. മാഡം, ഈ സ്റ്റാൻഡപ്പ് ഒരു ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് അറിയില്ല, എന്തായാലും ചോദിക്കാം. ഈ സ്റ്റാൻഡപ്പ് കോമഡി നമ്മുടെ സ്കൂൾ യുവജനോത്സവത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ടീച്ചർ ആവശ്യപ്പെടുന്നുണ്ടോ? എല്ലാവരും കൈയടി കൊടുത്തേ. ഇതിന് വേറെ മറുപടി ഒന്നുമില്ല. ഇതൊരു മത്സര ഇനം ആക്കണം എന്നൊന്ന് ആലോചിക്കുക. പണ്ടത്തെ ചാക്യാർ കൂത്തിൻ്റെ ഒരു വേർഷനാണ് നമ്മളെ സ്റ്റാൻഡപ്പ്. എല്ലാവർക്കും അറിയാലോ. ചുമ്മാ നിസ്സാരമല്ല. ഞാൻ പറയില്ലേ, ഒരു സ്റ്റേജ് ഫിയർ ഇല്ലാതെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ട് വരാൻ നേരത്ത്. പക്ഷേ നിങ്ങളെ കണ്ടുകൊണ്ടാണോന്ന് അറിഞ്ഞൂടാ, നല്ല വൈബുള്ള ആൾക്കാരാണ് കേട്ടോ കോഴിക്കോട്. അത് പറയാതെ വയ്യ. ഭയങ്കര കലാകാരന്മാരായിട്ടുള്ള ആൾക്കാർ. എന്തോട്ടെ, നമ്മൾ ഈ നിൽക്കുന്നിടത്ത് നമുക്ക് നിങ്ങൾ തരുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അത് കിട്ടിയാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കിടയിൽ ഇത് കൊണ്ടുവന്നേ പറ്റുള്ളൂ. കാരണം സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങണം. അവർ സ്റ്റേജ് ഫിയർ ഇല്ലാണ്ട് വേണം നാളത്തെ സമൂഹം വളർന്നു വരാൻ. എന്തുണ്ടെങ്കിലും സാറ് പറഞ്ഞ പോലെ മുഖത്ത് നോക്കി തിരിച്ചു പറയാൻ കഴിവുള്ള ഒരു തലമുറയെ നമ്മൾ വാർത്തെടുത്താൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ കേരളം രക്ഷപ്പെടും, ഇല്ലേ? ഇനി എന്തെങ്കിലും ആ സൈഡിൽ സ്റ്റാൻഡപ്പ് കോമഡി കൊണ്ടുവരാം കേട്ടോ. വരാം. ഓക്കെ ആണോ? ഹലോ. അതായത് ഇപ്പോൾ നിങ്ങൾ എല്ലായിടത്തും ഫേമസ് ആണ്, എല്ലാവരും അറിയുന്ന ഒരാളാണ്. നിങ്ങളെ കുറച്ച് മുമ്പുള്ള കാലം, അതായത് ഇപ്പോൾ ഈ TV-യിലൊക്കെ വരുന്നതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ സമയത്ത് ഇത്ര അധികം സംസാരിക്കുന്ന ഒരാൾ അങ്ങനെ അടങ്ങിയിരുന്നോളണമെന്നില്ലല്ലോ. ഇപ്പോൾ ഇതിന് മുമ്പ് നിങ്ങൾ സംസാരിച്ചപ്പോൾ എഴുത്തുകാരി ആവണമെന്ന് പറഞ്ഞു.
ആ സമയത്ത് ഇതേപോലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയം, സ്കൂളിൽ പഠിക്കുന്ന സമയം, ആ സമയത്തൊക്കെ എന്തായിരുന്നു ഈ ഒരു സംസാരിക്കുന്ന ഈ ഒരു സംഭവങ്ങളുണ്ടല്ലോ. ഇപ്പോൾ കൂടുതൽ നിങ്ങൾ സംസാരത്തിനായിരിക്കും സമയം ചെലവഴിച്ചിട്ടുണ്ടായിരിക്കുക. ആ സമയം എന്തായിരുന്നു കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നു? എൻ്റെ ഒരു 10+2 ഡിഗ്രി കാലയളവ് വരെയുള്ള ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ അവർ പറയും വിദ്യ ഇങ്ങനെ തന്നെയാണ്, അവൾ ഇങ്ങനെ പോവുള്ളൂ എന്ന്. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ ലൈഫിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ സീരിയസ് ആയി. അപ്പോൾ ഇങ്ങനെ സംസാരിക്കാനും നമുക്ക് മൂഡുണ്ടാവില്ല, നമ്മളെ കേൾക്കാൻ ആൾക്കാരുണ്ടായിരുന്നില്ല സീരിയസ് ആയിട്ട്. അപ്പോൾ നമ്മളൊന്ന് ഉൾവലിയും. അപ്പോൾ നമ്മൾ കുടുംബ പ്രാരാബ്ദങ്ങളൊക്കെ എല്ലാ പെണ്ണുങ്ങളും ലൈഫിൻ്റെ ഒരു ഇത്രയും ഇയർ നമുക്കല്ലാതെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ഉൾവലിയും. നമ്മളുടെ ക്യാരക്ടർ, നമ്മുടെ സ്വഭാവം എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ അവർക്ക് വേണ്ടി നിൽക്കുന്ന. അതുപോലെ വളരെ കുറച്ച് കാലയളവ്, ഒരു 5-6 കൊല്ലം ഞാൻ ഉൾവലിഞ്ഞ് നിന്നൊരു കാലയളവ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം നിൽക്കുന്നതാണ് വിദ്യ. എൻ്റെ പഴയ ഫ്രണ്ട്സിനോടോ ആരോട് ചോദിച്ചാലും പറയും ഇതാണ് വിദ്യ, ഇതാണ് വിദ്യ, ഇതാണ് വിദ്യ. വേറെന്താ? ഓക്കെ ആണോടാ? എന്തെങ്കിലും എൻ്റെ ഹസ്ബൻഡിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒന്നുമില്ല. എല്ലാ സ്ത്രീയുടെ പുറകിലും എല്ലാ പുരുഷൻ്റെ പുറകിലും സക്സസ് ആവാൻ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയുന്ന പോലെ ഈ സ്ത്രീയുടെ പുറകിലും ഒരു പുരുഷനുണ്ട്. ദേ അവിടെ ഇരിപ്പുണ്ട്, ഹസ്ബൻഡാണ്. പുള്ളിക്കാരൻ ഗൾഫിലായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ, സീരിയസ് ആയിട്ട് പറയാം, നമ്മുടെ നാട്ടിൽ ഒരു പച്ചയായിട്ടുള്ള, ഇപ്പോഴും നമ്മൾ പറയും ഇല്ല കാലം മാറി എന്ന് പറഞ്ഞാലും ഗൾഫിൽ ഹസ്ബൻഡുള്ള ഭാര്യമാർ നാട്ടിൽ ഇന്ന രീതിക്ക് തന്നെ ജീവിക്കണമെന്നുള്ളത് ഒരു എഴുതപ്പെടാത്ത ഒരു ലിഖിതമാണ്. അത് മസ്റ്റാണ്. ഒരാളുടെ അല്ലെങ്കിൽ വേറൊരാളുടെ ബൈക്കിൽ കയറി അവൾ ഇറങ്ങി വന്നാൽ അത് ആരാണ്? അവൾ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുന്നു. അങ്ങനെ ഒന്നല്ല, നമുക്ക് ഇപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ നടക്കുന്ന ഈ ഒരു ഫ്രീഡം ആയിട്ട് നടക്കുന്നില്ലേ, ഈ ഒരു ഇതുപോലെ നമുക്ക് ഹസ്ബൻഡ് ഇവിടെ നാട്ടിലില്ലാത്ത സ്ത്രീകൾക്ക് നടക്കാൻ പറ്റില്ല. ഒരുപാട് പ്രശ്നമുണ്ട്. ആ സമയത്ത് സൊസൈറ്റിയെ പേടിച്ചിട്ട് സമൂഹത്തിൽ നമ്മളായിട്ട് ചുമ്മാ ഇറയിട്ട് കൊടുക്കണ്ടല്ലോ, അതുകൊണ്ട് മാത്രം ഒന്ന് ഉൾവലിഞ്ഞു എന്നേ ഉള്ളൂ. പുള്ളിക്കാരൻ അപ്പോഴും പറയും നീ എങ്ങനെയാണോ അതുപോലെ നീ പെരുമാറാവും. ഇപ്പോഴും ഞാൻ എങ്ങനെയാണോ അതുപോലെ എന്നെ തിരിച്ചു കൊണ്ടുവന്നത് പുള്ളിക്കാരൻ ഒരാളാണ്. ഹലോ, ചേട്ടാ പറഞ്ഞു. ഇതാണ് ദിവ്യ എന്ന് പറയുന്നത്. വിദ്യ ചേട്ടാ, സോറി ദിവ്യ എന്ന് പറയൽ എൻ്റെ കുടുംബത്തിൽ വേറൊരു പ്രശ്നം നടക്കും. പറഞ്ഞോ. അപ്പോൾ ഇനിയുള്ള തലമുറയ്ക്ക് അല്ലെങ്കിൽ ഒരു നമ്മൾ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു ഇതെന്താ? ഭയങ്കര നല്ല ക്വസ്റ്റ്യൻ ആണല്ലേ. ഞാൻ എൻ്റെ സ്റ്റാൻഡപ്പിൽ പറഞ്ഞ തനിക്ക് പറയാനുള്ളത് തനിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യം, അത് മാത്രം നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുക. വേറെ ഒന്നും വേണ്ട. അവർ നന്നായിക്കോളും, അവർ നമ്മളെ നന്നാക്കിക്കോളും. വേറെ ഒന്നും വേണ്ട അവർക്ക്. താങ്ക് യു. ഓക്കെ അല്ലേ? കഴിഞ്ഞോ? ഇനി എല്ലതും എന്തെങ്കിലും ക്വസ്റ്റ്യൻ, ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടോ? കോസ്റ്റ്യൂമിൻ്റെതായി, ക്യാരക്ടർ വൈസായി, ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഇതുപോലെ മുന്നോട്ട് പോകണമെന്നാണ്. 2 മക്കളെ വളർത്തി ഇതേ ലെവലിലെത്തിച്ച് അവർ മൈക്ക് പിടിച്ച് ഈ ഫ്ലോറിൽ അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ ഫ്ലോറിൽ അവർ നിൽക്കുന്നത് അവിടെ ഇരുന്ന് കാണണമെന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരു അമ്മയാണ്. അങ്ങനെ പോകണമെന്നാണ് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. പിന്നെ നമ്മൾ 90s കിഡ്സ് എല്ലാ വെള്ളിയാഴ്ചയും കാത്തിരിക്കുന്ന ഒരാളുണ്ട്, ബാലരമയിലെ മായാവി. പുള്ളിക്കാരിയെ ഞാൻ വിളിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ആ മായാവിയെ ഓർത്തുകൊണ്ട് ആ കോസ്റ്റ്യൂമിൽ ആരും പ്രതീക്ഷിക്കരുത്. പുള്ളിക്കാരി അല്പം അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നതായോണ്ടും ഇവിടെ കുറച്ച് ഇരിക്കുന്നവരെല്ലാം അന്തസ്സുള്ള കുടുംബത്തിലുള്ളവരായോണ്ടും പുള്ളിക്കാരി നല്ല വേഷം ഇട്ട് മാത്രമേ വരുള്ളൂ. ഞാൻ മായാവിയെ ക്ഷണിക്കുന്നു. ഹായ്, നമസ്കാരം. പുള്ളിക്കാരിക്ക് മൈക്ക് കിട്ടി ആർക്കും കൊടുക്കൂല കേട്ടോ. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് ഇങ്ങനെ മഴവില്ല ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതെങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ. ഞാനിന്ന് നീല ഇടുന്നതെന്ന് അറിഞ്ഞ് പുള്ളിക്കാരി അത് ഇട്ട്. പിന്നെ നിന്ന് അലക്കുക. പഴയ കണക്ക് മുട്ടയൊന്നും വലിക്കുന്നില്ല. എങ്കിലും ചേച്ചോ, ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? മനോരമ തീരുമാനിക്കുന്നതിന് മുമ്പ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ച കോസ്റ്റ്യൂമാണ്. അതിനെന്നെ ആരും പറയാൻ നിൽക്കണ്ട. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മനോരമയിൽ അടുത്ത ഷെഡ്യൂള് വിദ്യ ചേച്ചി ഉണ്ടാവുമെങ്കിൽ പോകണ്ട എന്ന രീതിക്കാണ് ഞാൻ ഇങ്ങോട്ട് ചാടിയത്. ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ നമ്മുടെ വാളണ്ടിയർ പിള്ളേർ പറഞ്ഞു അതെ വിദ്യ ചേച്ചി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് രക്ഷപ്പെടാൻ പറ്റാതാണ്, ഞാൻ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ചേച്ചിയുടെ ഭയങ്കര ഒരു അസൂയുണ്ട്. കാരണം ഹസ്ബൻഡിനെ ഇരുത്തിക്കൊണ്ട് പ്രണയകാര്യങ്ങളൊക്കെ പറയാമെന്ന് വെച്ചാൽ ഞാൻ പണ്ട് എന്നെ ഒരാൾ പ്രപ്പോസ് ചെയ്ത കാര്യം പറഞ്ഞതിന് ഇപ്പോഴും എൻ്റെ ഓട്ടോഗ്രാഫ് തപ്പിക്കൊണ്ട് നടക്കുന്ന ആ മനുഷ്യൻ വീട്ടിൽ. അയ്യോ, എനിക്ക് പറയാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഹസ്ബൻഡ് സഹിക്കും.
ഇവിടെ മറ്റേ റാലി പോലെ കിടക്കുന്നത് കൊണ്ട് ചിലപ്പം സി ചേട്ടൻ സമ്മതിച്ചെന്ന് വരില്ല. അന്നത്തെ കാലത്ത് കൃഷ്ണൻ്റെ കൂടെ നിൽക്കാൻ ഒരു പെങ്കൊച്ച് വേണമായിരുന്നു. അതാണ്. അപ്പോൾ ചേച്ചിയുടെ സ്റ്റാൻഡപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ പലപ്പോഴും സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും വിളിച്ച് ചോദിക്കുന്ന ഒരാളാണ് ചേച്ചി എന്നുള്ള സമകാലീന വിഷയങ്ങളാണെങ്കിലും നമ്മുടെ അനുഭവങ്ങളാണെങ്കിലും ഒരുപാട്. ചേച്ചി പറഞ്ഞ പോലെ ശരിക്കും ഒരു കോമഡിക്ക് വേണ്ടി പറഞ്ഞതല്ല, പുള്ളിക്കാരെ നന്നായിട്ട് എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, വായിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരുടെ എല്ലാ കാര്യം തമാശയ്ക്ക് പറയുന്നതല്ല കേട്ടോ, അതെല്ലാം പുള്ളിക്കാരോട് ചോദിച്ചിട്ടാണ് എനിക്ക് തമാശകളൊക്കെ പറഞ്ഞു തരാറുള്ളത്. അപ്പോൾ അവിടെ പോയിരിക്കുക, ഗൂഗിൾ പേ പിന്നെ ചെയ്താൽ മതി, പോക്കോ. കണ്ടല്ലോ, അവൾ തന്നതിനുള്ളത് ഞാൻ തന്നിട്ടുണ്ട്, മൈക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. എന്നെ വാട്ടിയത് പോലെയല്ല, വാട്ടുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തിരുവനന്തപുരം ഭാഷയിൽ എന്താണെന്ന് മനസ്സിലായില്ല, നല്ല പോലെ കൊടുത്തോളാം, ഒന്നിനും കുറയ്ക്കരുത്. ഓക്കെ ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്. ലവ് യു കോഴിക്കോട്. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ മായാവി. ഇപ്പോൾ മുടിയൊക്കെ സ്ട്രേറ്റ് ചെയ്ത് ഇങ്ങനെ ഗൗണൊക്കെ ഇട്ടൊരു മായാവി നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. എപ്പോഴും ഇങ്ങനെ മരത്തിലൊക്കെ ഇരുന്നാൽ മാത്രം പോരല്ലോ. എന്നെ ഹോർത്തോസിൻ്റെ പരിപാടിക്ക് ശരിക്കും പറഞ്ഞാൽ വിളിച്ച് എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട്. ഇതിലും കൂടുതൽ വലിയൊരു പണി ഇനി നിങ്ങൾക്ക് കിട്ടാനില്ല. എന്നെ വിളിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, മായ ഇതിന് വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമേ വിചാരിച്ചു, ദൈവമേ കോഴിക്കോട് എങ്ങനെയാണ് എന്നുള്ളത് എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. എൻ്റെ പേര് മായാവി കേൾക്കുമ്പോൾ പലരും ഈ ബാലരമയിലൊക്കെയുള്ള മിക്ക ആളുകളും ഒന്ന് ചിരിക്കാറുണ്ട്. ആ മനുഷ്യൻ കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഗൂഗിളിൽ മായാവി നടിക്കുമ്പോൾ ഈ പുള്ളി വരും, അത് മാന്യമായിട്ടുള്ള ഡ്രസ്സാണെങ്കിൽ വേണ്ടില്ല. പിന്നെ നോക്കി പോകുമ്പോഴായിരിക്കും എൻ്റെ 1-2 ഫോട്ടോ കിട്ടിയാലായി. ഈ വി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ പേരാണ്. എൻ്റെ അമ്മയുടെ പേര് വാസന്തി എന്നാണ്. നമ്മൾ മലയാളികൾക്ക് എപ്പോഴും മാതൃഭാഷയോടും മാതൃത്വത്തോടും ഒക്കെ ഒരു ചെറിയൊരു പൊടിക്ക് സ്നേഹമൊക്കെ ഭയങ്കരമായിട്ടും കൂടുതലുള്ള ആളാണ്. അപ്പോൾ എൻ്റെ അമ്മയാണ് എന്നെ എന്തിനും സപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് തന്നെ ഞാൻ ഹോർത്തോസിൻ്റെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി ഫസ്റ്റ് പറഞ്ഞു, മോളെ ഇത് നമ്മുടെ നാടൊന്നുമല്ല, ഇവിടെ എവിടെയെങ്കിലുമാണ് പരിപാടിയെങ്കിൽ ചിരിച്ചില്ലെങ്കിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ പഞ്ചായത്ത് മെമ്പറോ വല്ല അങ്കിളിനെയൊക്കെ വിളിച്ചുകൊണ്ടൊന്ന് നിന്നെ എനിക്ക് രക്ഷിക്കാം. ഇത് കോഴിക്കോടാണ് സ്ഥലം. അവിടെ ഇരിക്കുന്നവർ ചിരിച്ചില്ലെങ്കിൽ ഒന്ന് ചിരിക്കുക, കൈയടിക്കുക. അവിടെ ഇരിക്കുന്നവർ ചിരിച്ചില്ലെങ്കിൽ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ഉയിര് പോകുന്നാകുമ്പം കടലിൽ ചാടിക്കോളം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കോഴിക്കോട്. ഞങ്ങൾ ഇന്നലെയാണ് വന്നത്. എനിക്ക് കുറേ ഞാൻ പറയുന്ന ചില വാക്കുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, കാരണം നമ്മുടെ ഈ വാക്കുകൾ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇവിടെ പറയുന്ന പല വാക്കുകളും നമ്മുടെ നാട്ടിൽ വേറെ രീതിക്ക് അത് ഉച്ചാരണം ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ ഇന്നലെ അവിടെ നിന്നപ്പോൾ തന്നെ ഒരു പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞു, അനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അയലുകാരൊക്കെ തമ്മിൽ എന്താടാ കുറേ നേരം ആയാലും അനക്കാൻ തുടങ്ങിയിട്ട് എന്ന് പറയും. അതായത് കുറേ നേരം ആയാലും നീ ചൊറിയാൻ വരികയാണോ എന്ന് പറയുന്നൊരു വാക്കാണ് ഈ അനക്കെന്ന് പറയുന്നത്. ഞാനപ്പോൾ പറഞ്ഞു എന്ത് അനക്കെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, നൈസായിട്ട് ഇത് വേറെ ആട്ടോ, ഇത് സ്ഥലം വേറെ എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് വന്നു. പിന്നെ പരമാവധി ഞാൻ ആളുകളോടൊന്നും മിണ്ടിയില്ലെങ്കിലും ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മളെ പ്രത്യേകതയ്ക്ക് പിടിച്ചു നിർത്തുന്ന കാര്യങ്ങളുണ്ട്. ചിലത് കാഴ്ചകളും ഉണ്ട്, ചിലത് സ്മെല്ലും ഉണ്ട്, ചിലത് രുചി കൊണ്ട്. ഇതെല്ലാം ഒത്തിണങ്ങിയൊരു സ്ഥലമാണ് നമ്മുടെ കോഴിക്കോട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു ചേട്ടൻ എന്നോട് പറയണ്ടായിരുന്നു, ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു കല്ലുമ്മക്കായ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലില്ല, നമ്മുടെ നാട്ടിൽ കുഴക്കട്ടയും പിടി കോഴിയൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞ എന്നിട്ട് പുള്ളി ഇങ്ങനെ പുള്ളിയുടെ വായിൽ വന്ന കപ്പൽ കൂടാതെ എൻ്റെ വായിൽ ഒരു ടൈറ്റാനിക് ഉണ്ടാക്കുന്ന രീതിയിൽ പുള്ളി കല്ലുമ്മക്ക പാചകം ചെയ്യുന്ന കാര്യമൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ഞങ്ങളത് മേടിച്ച് കഴിച്ചപ്പോൾ ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ തോട്ടിലൊക്കെ കിടക്കുന്ന കക്കോട്ടി, അതിൽ കുറച്ച് കുറ്റം പറയുമല്ലോ കേട്ടോ, എനിക്ക് ഈ വഴി കൂടെ തന്നെ പോണേ. ആ കക്കോട്ടിൽ കുറച്ച് കടലമാവ് തേച്ചിട്ട് എനിക്ക് തന്നു. ഞാനത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 45 സ്റ്റോളുകൾ ഞാൻ നോട്ട് ഇട്ടിട്ടുണ്ട്. അവിടെ നിന്നാൽ പുള്ളിയെ ഞാൻ കണ്ടിട്ടില്ല. പോകുന്നതിന് മുമ്പ് പുള്ളിയെ കണ്ടുപിടിച്ചിട്ടേ ഞാൻ പോവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്നലെ വന്നുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇവിടെയൊക്കെ ഇഷ്ടപ്പെട്ടു, ഇവിടെ പോയിരുന്നു. എങ്കിലും എനിക്ക് ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ എന്തിനെപ്പറ്റി ഞാൻ സംസാരിക്കും എന്നത് എനിക്ക് വലിയൊരു വിഷയമാണ്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചപ്പോഴത്തേക്കും അമ്മ എന്നെ നോക്കി ദീർഘശ്വാസം വിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ശരി അമ്മയെ തന്നെ പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചു. എൻ്റെ അമ്മയെപ്പറ്റി പറയുകയാണെങ്കിൽ എന്തിനും എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. നമ്മുടെ അമ്മമാർ നമ്മൾ പിറകോട്ട് പോകുമ്പോഴത്തേക്കും നമ്മളെ മുന്നിലേക്ക് കൊണ്ടുവന്നൊരു വ്യക്തിയാണ് നമ്മുടെ അമ്മ എന്ന് പറയുന്നത്. ചിലപ്പോൾ 6 മണിക്ക് വിളിച്ചിട്ട് 10 മണിയായെന്ന് പറയുക, നിൻ്റെ ഇഷ്ടത്തിന് ഞാനിവിടെ കുക്ക് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് എന്താ മോക്ക് വേണ്ടേ, നമ്മൾ പറയും പുട്ട്, നമ്മൾ കൈ കഴുകിയിട്ടിരിക്കുമ്പോൾ വേണ്ടടാ അപ്പം ഉണ്ടാക്കിക്കൊണ്ട് വെച്ചേക്കുന്നു. എന്നിട്ട് പറയും കഴിക്കുക, നാളെ ഉണ്ടാക്കാമല്ലോ. ഈ നാളെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ ഇഷ്ടത്തിനൊരു കാര്യം കിട്ടിയിട്ടില്ല. എങ്കിലും എൻ്റെ അമ്മ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, നിന്നെ ഞാൻ ഒരു സമയത്തുണ്ടല്ലോ പൊന്നുപോലെ നോക്കിയെന്ന്. ഇടയ്ക്കിടയ്ക്ക് കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു പൊതു സ്ഥലമായതുകൊണ്ട് ഞാൻ തെളിവ് കാണിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴും അമ്മമാരുടെ ഉള്ളിൽ നമ്മൾ വളർന്നെന്ന് പറഞ്ഞാലും കൊച്ചു കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര ഒരു അമ്മയുടെ സ്നേഹം തുളുമ്പും. അത് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് എൻ്റെ ആങ്ങളയുടെ കൊച്ചിനെ എൻ്റെ അമ്മയുടെ കൈ കിട്ടുമ്പോഴാണ്. ഉറങ്ങിക്കിടന്ന കൊച്ചിനെ അമ്മയൊന്ന് കുത്തി ഉണർത്തും.
എന്നിട്ട് പറയുമ്പോൾ ആ കുളിച്ചിട്ട് ഉറങ്ങാമെന്ന്. എനിക്കിപ്പോഴും ആ ഒരു സൈക്കോത്തനം പിടിയിട്ടിട്ടില്ല. എങ്കിൽ അതിനെ ഉണർത്തി കുളിപ്പിച്ച് വല്ലതും കൊടുത്ത് അങ്ങനെയല്ല. അമ്മമാർക്കൊരു കുഞ്ഞിനെ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമേ ഇതേ നല്ലെണ്ണക്കകത്ത് പപ്പടം വറക്കുന്ന പോലെ ഒരു മുക്കല, എന്നിട്ടൊരു പാളയിലങ്ങോട്ട് കിടത്തും. ഉണങ്ങാൻ കിടക്കുന്നല്ല, അവൻ്റെ കിടപ്പുണ്ടാത്തോന്ന് ഇത് കഴിഞ്ഞ് അവൻ യുദ്ധത്തിന് പോകാനായിട്ട് നിൽക്കുവാന്ന്. ഇതും കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് തീർന്നില്ല, ദേഹത്ത് എണ്ണയൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് എടുത്തുകൊണ്ട് പോയിട്ട് വെള്ളത്തിലിട്ട് 2 അലമ്പ്, എന്നിട്ട് തുടച്ചെടുത്തിട്ട് ശംഖ് ഊതുന്ന പോലെ ചെവിയിലൊരു ഊതക്കം, കമഴ്ത്തി കിടട്ട് മുതുകത്തൊരു ഊതക്കം. നമുക്കൊന്ന് ഇത് മൊത്തത്തിൽ വെള്ളത്തിലാണ്, എവിടെ നിന്നൊക്കെയോ വെള്ളം ഇറങ്ങിപ്പോവും. ചെവിയിലൊക്കെ പിടിച്ച് ശംഖ് ഊതുന്ന ഊതുക, എന്നിട്ട് മൊത്തത്തിൽ തുടച്ചങ്ങോട്ട് കിടത്തും. അപ്പോഴും നമ്മൾ വയ്ക്കും പാവം കുഞ്ഞ് രക്ഷപ്പെടും. തീർന്നില്ല, പിന്നെയാണ് അമ്മയുടെ മനസ്സിലുള്ള ആ സൗന്ദര്യം അങ്ങോട്ട് പുറത്തോട്ട് വരും. വേറെ ആരും കിട്ടുന്നില്ലല്ലോ. കുറേ കൺമഷി ഇങ്ങോട്ട് എടുക്കും, എവിടെ നിന്നാന്ന് ഇപ്പോഴും പിടിയിട്ടിട്ടില്ല. കുറേ കൺമഷി കൊണ്ടുവരിക. നിങ്ങൾക്ക് കലങ്ക് എന്ന് പറഞ്ഞാൽ അറിയുമെന്ന് അറിയത്തില്ല. നമ്മുടെ നാട്ടിലേക്ക് തോട്ടിൻ്റെ കരയ്ക്ക് ഒരു കലങ്കുണ്ട്, അതുപോലെ 2 പിരികത്തും ഒറ്റ വര. പിന്നെ കണ്ണ് തുറന്ന് അവിടെ ഈ ചുണ്ടൻ വെള്ളം പോലെ 2 വര. എന്നിട്ട് നെറ്റിയിലൊരു കുത്ത്, അത് കൊച്ച് സുന്ദരിയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണേ. എന്നിട്ട് കവിളിലൊരു കുത്ത്, അത് ചാരും കണ്ണുവിടാതിരിക്കാനാണേ. പിന്നെ താടിയിലൊരു കുത്ത്, അത് അച്ഛന് ആരും ദോഷമൊന്നും പറയാതിരിക്കാനാണ്. പിന്നെ അമ്മയുടെ കയ്യിൽ പറ്റിയ കരി തുടയ്ക്കാൻ അവിടെ ഇവിടെ 3-4 കുത്ത് വേറെ. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വെച്ച് കൊച്ച് ഫ്രീ ആയി. തീർന്നില്ല, പിന്നെ മറ്റേ കുമ്പളങ്ങയൊക്കെ ഈഗോ അടിക്കുന്ന രീതിയിൽ പൗഡറിൽ ഒറ്റ മുക്ക്. ഇതും എടുത്തിട്ട് പറയും എൻ്റെ കുഞ്ഞിനെ കാണാൻ എന്ത് സുന്ദരിയാ, എന്ത് സുന്ദരനാ. എങ്കിൽ പൗഡർ തുടച്ച് കളയോ? അതുമില്ല. ശരിക്കും പിന്നെ QR കോഡൊക്കെ സ്കാൻ ചെയ്യുന്ന സ്കാനർ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ സ്കാൻ ചെയ്ത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടും. അതുമാതിരി ഒരു സാധനം. ഞാൻ വളർന്നു വന്നപ്പോഴേ എന്നെ എന്താക്കണമെന്ന് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് വീട്ടിൽ നേരെ ചൊവ്വേ ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ കൂവേലയിൽ എന്ത് ബാക്ക്ഗ്രൗണ്ട് കൂവലൊക്കെ വരുന്നുണ്ട്. എന്താക്കണമെന്ന് അറിയില്ല. ഒരു ദിവസം എന്നോട് മറ്റേ മോട്ടർ നിറഞ്ഞ് വെള്ളം പോയപ്പോൾ നിർത്താൻ വേണ്ടി ഓടി എന്നോട് പറയുന്നു, ചേട്ടനോട് എന്നിട്ട് പറയാണ്, അച്ഛനോട് എന്ന് പറയാണ്, അവളെ നമ്മുടെ കുടുംബത്തിലായിരിക്കും ചിലപ്പോൾ PT ഉഷ, ഇവളെ നമുക്ക് സ്പോർട്സിന് വിടാമെന്ന്. മാന്യമായിട്ട് വീട്ടിലൊരു സ്വിച്ച് നിർത്തി കഴിഞ്ഞാൽ പറയും നമ്മളിവിടെ ഇലക്ട്രീഷ്യന് വിട്ടാലാ, അതിലിവർക്ക് എന്തോ ഒരു കഴിവുണ്ട്. നമ്മൾ പണ്ട് എപ്പോഴും വരയ്ക്കുന്നൊരു കാര്യമാണ്, നമ്മളൊരു വീട് വരയ്ക്കും, എന്നിട്ട് അതിനെയൊക്കെ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത വീട്ടിലാണ് നമ്മൾ ആൻറ്റിന് വരയ്ക്കും. 90s കിഡ്സിന് മനസ്സിലാവും. എൻ്റെ പുറകിൽ ഒരു മല, ആ വറ്റി വരേണ്ട മലയുടെ നടുക്കൊരു തെങ്ങ്, അതിനകത്തൊരു കാക്കയില്ലെങ്കിൽ പൂർണ്ണതയിലെത്തൂല. ഇത് വരച്ച് വെച്ചപ്പം അതെടുത്തുകൊണ്ട് പോയിട്ട് അമ്മ അച്ഛനെ കാണിച്ചിട്ട്, അതെ ഇവർക്ക് വീടൊക്കെ വരയ്ക്കാൻ ഭയങ്കര കഴിവുണ്ടേ, നമുക്കിവളെ എൻജിനീയറിങ്ങിന് വിട്ടാലാ. എന്തിനു പറയുന്ന, അമ്മൂമ്മയുടെ ഗുളിക കട്ടിലിൻ്റെ വീഴിൽ പോയതിനെ എടുക്കാൻ പോയ എന്നോട് അന്ന് രാത്രി അവരുടെ ചർച്ച എന്നെ ഡോക്ടറാക്കണമെന്ന്. ഞാൻ പഠിച്ചത് ഗുരുകുല സമ്പ്രദായം, ക്ലാസ്സിനകത്ത് ഞാൻ ഇരുന്നിട്ടില്ല. ഞാൻ പുറത്ത് കാറ്റൊക്കെ കൊണ്ട് അപ്പുറത്തെ ആളുകളെയൊക്കെ കണ്ട് അങ്ങനെയൊക്കെ പഠിച്ചൊരു വ്യക്തി ആയതുകൊണ്ട് അവസാനം അവരുടെ തർക്കവും എൻ്റെ തർക്കവും ഒക്കെ കൂടിയും കുറഞ്ഞും ദാണ്ടടാ 4 പേര് മുന്നിൽ വന്ന് നിന്ന് പുഴുക്കുന്നു. ഒടുവിൽ ഞാനൊരു സ്റ്റാൻഡപ്പ് കൊമേഡിയനായി. ഈ സ്ത്രീകളുടെ കാര്യം നേരത്തെ ചേച്ചി പറഞ്ഞതുപോലെ, നേരത്തെയൊക്കെ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേനും ഞാൻ അടുക്കള വഴിയൊക്കെ പോകുമ്പോഴത്തേക്ക് വെറുതെ എങ്കിലും എൻ്റെ കെട്ടിയവനെയൊക്കെ തട്ടി കഴിയുകയാണെങ്കിൽ എന്ത് നിനക്ക് കാണാൻ വയ്യേ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. ഞാൻ ഈ കോമഡീകരിച്ച് അല്ലെങ്കിൽ ഹാസ്യവൽക്കരിച്ച് പല കാര്യങ്ങളും TV പറയാൻ പോകുമ്പോഴത്തേക്കും ഞാൻ അടുക്കളയിൽ പോകുമ്പോൾ ചേട്ടൻ പറഞ്ഞു പൊക്കോ, കാരണം എനിക്കുള്ള മറുപടി ഞാൻ ചാനലിൽ പോയി പറഞ്ഞോളെ. നാട്ടുകാരൊക്കെ നേരത്തെ ചോദിക്കുമായിരുന്നു എന്തൊക്കെയുണ്ട് വിശേഷം, ജോലിയൊന്നും ആയില്ലേ. അപ്പം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചോദിക്കും വിശേഷമൊന്നും ആയില്ലേ, ഇവരെ പറച്ചിലിട്ടൊന്നും ഞാൻ അലമാരിയിൽ എന്താ അടച്ചു വെച്ചേക്കുന്നു, ഇവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ എടുത്ത് ഫിറ്റ് ചെയ്യുമെന്ന്. ഇപ്പോൾ ഇവരുടെ ഒന്നും ചോദ്യങ്ങളൊന്നും നമുക്ക് വേണ്ട. പിന്നീട് എൻ്റെ അമ്മയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ അമ്മമാർ കൂടുതലായിട്ട് നമ്മൾ ഉപദേശിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അമ്മ. എൻ്റെ അമ്മ എപ്പോഴും പറയുന്ന കാര്യമാണ്, മോളെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടവരോട് ഒച്ചത്തിൽ പറയണം, എതിർത്ത് പറയണം. ഞാൻ പറയാം ശരിയമ്മേ, ഒച്ചതാക്കടി പതുക്കെ പറ, അതിലത്തൊക്കെ ആളുണ്ടെന്ന്. എനിക്ക് 22 വയസ്സായപ്പോൾ ദേണ്ടടാ കേരളത്തിലെല്ലാ മാട്രിമോണിയിലും പോയി പറഞ്ഞു എൻ്റെ മോൾക്ക് കല്യാണപ്രായമായി കേട്ടോ എന്ന്. ഞാൻ അറിയാത്തൊരു മനുഷ്യനില്ല, എല്ലാ വ്യക്തികളോടും പോയി പറഞ്ഞേക്കോ അവൾക്ക് കല്യാണപ്രായം കേട്ടോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു അമ്മച്ചി എനിക്കൊരു ചെക്കനെ ഇഷ്ടമാണ്. അപ്പം അമ്മ പറഞ്ഞു എന്ത് നിൻ്റെ ഇഷ്ടം ഞാൻ നടത്തി തരും, ഏത് അപ്പം പറഞ്ഞാൽ പുട്ടുണ്ടാക്കി തരുന്ന ആൾ. ഒടുവിൽ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ്. എങ്കിലും നമ്മൾ ഏതെങ്കിലുമൊക്കെ നിലയിൽ നമ്മൾ മുന്നിലെത്തുമ്പോൾ നമ്മളെപ്പോഴും പറയും എൻ്റെ അമ്മയാണ് എനിക്ക് ഏറ്റവും വലുത്. ഞാൻ എല്ലാവരോടും പറയാം എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മയാണ്. ഞാൻ അമ്മയോട് എന്ന് ചോദിക്കും അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ആരാ, അച്ഛനെ. ഞാൻ അച്ഛനോട് എന്ന് ചോദിക്കും അച്ഛൻ ആരാ ഇഷ്ടം, അമ്മ. എങ്കിൽ പിന്നെ ഇവർക്ക് അമ്മയ്ക്ക് സ്നേഹിച്ചുകൂടെ, ഞാൻ എന്തിനാ. എങ്കിലും എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ത്രീ കുടുംബത്തിലെ വിളക്കാന്ന് പറയും അല്ലേ. സ്ത്രീ കുടുംബത്തിലെ വിളക്കല്ലേ, ആണോ? ആ, രാത്രി ഒരു 12 മണിക്ക് ശേഷം റോഡ് സൈഡിൽ ഒരു വിളക്ക് തന്നെ ഒന്ന് കത്ത്. അതിൻ്റെ മുന്നിൽ ചെന്ന് ചെയ്യാൻ പറ്റും, എല്ലാവരും അല്ല കേട്ടോ, ചില ചെയ്യാൻ പറ്റുകൾ പറക്കുന്നുണ്ട്.
ഞാനിപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഇവിടെ പലരും സംസാരിക്കുന്നത്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ ഫെമിനിസ്റ്റ് ആണെങ്കിൽ എന്നെ നിങ്ങൾക്ക് മെയിലിസ്റ്റ് എന്ന് വിളിക്കാം. എന്നാ പുരുഷന്മാർക്ക് ഫ്രീഡം വേണ്ടേ? വേണോ? പുരുഷന്മാർക്ക് എവിടെയെങ്കിലും ഫ്രീഡം കിട്ടുന്നുണ്ടോ? ഇല്ല. ഇല്ലേ? എങ്ങും ഇല്ല. ഒരു പെങ്കൊച്ചിനെ 30 സെക്കൻഡ് നോക്കിയാൽ കേസ്. കല്യാണം കഴിഞ്ഞ് പെങ്കൊച്ചിനെയും കൊച്ചിനെ നോക്കിയില്ലെങ്കിൽ കേസ്. അത് തല വിൽക്കുമ്പോഴത്തേക്ക് വൈഫിനെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ട് അതിന് പോലും സ്വാതന്ത്ര്യം ഇല്ല കേട്ടാ. പുരുഷന്മാർക്ക് ഇല്ല. എവിടെയെങ്കിലും നിങ്ങൾക്ക് മുൻഗണന കിട്ടുന്നുണ്ടോ? ഒരു ബസ്സിൽ കയറി നോക്ക്, 10 സീറ്റ്, 8 സീറ്റ് സ്ത്രീകൾക്ക്, ആടി ഒലയുന്ന 2 സീറ്റുണ്ട് പുരുഷന്മാർക്ക്. ആ ഒലയുന്നതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനെ തട്ടിക്കേ, അവൾ കേട്ടിക്കോ? എടുത്തിട്ട് അടിക്കും. കാരണം നിയമം മൊത്തം പുള്ളിക്കാരുടെ സൈഡിലാണ്. ഇല്ലേ? എങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു പുരുഷനെ തട്ടി നോക്ക്, അവർ സഹിക്കും. അവർക്ക് സഹനശക്തി ഉണ്ടല്ലേ? ഉണ്ടോ? പേടിച്ചിട്ടാണോ? പേടിയാണോ? കണ്ടോ, ഒരു മനുഷ്യൻ ഫ്രീഡം ഇല്ലാതെ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ഇരുന്ന് പേടിക്കുന്നു. പേടിച്ച് എനിക്കിത് മറുപടി പറയാൻ വരെ പേടിയാണ്. ചേട്ടാ, കല്യാണം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ആറ്റം ബോംബ് ഒന്നും ഉണ്ടാക്കണ്ടേ? ഈ ആമ്പിള്ളേരെ സമാധാനം കളയാൻ. ഒരു പുരുഷന് സമാധാനം പോകാൻ വേണ്ടിയിട്ട് ആറ്റം ബോംബ് ഉണ്ടാക്കുമോ അല്ല കടലിൽ കൊണ്ട് തള്ളിയൊന്നും വേണ്ട. വീട്ടിൽ ഇരിക്കുന്നൊരു പെണ്ണ് വിചാരിച്ചാൽ മതി. ഗർഭിണിയായപ്പോൾ എന്നെ എടുത്ത് കറക്കിയില്ല, ഞാൻ ഛർദ്ദിച്ചപ്പോൾ എൻ്റെ മുതു തടവി തന്നില്ല. എന്നിട്ട് സ്ഥിരം ഒരു സംഭവം, എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ചിലവ് ചെയ്തില്ലെന്ന്. 365 ദിവസം ഇവൻ്റെ ചിലവിലല്ലേ ഇവൾ കഴിയുന്ന. ഇത് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന പുരുഷൻ്റെ അടുത്ത് എന്നിട്ട് പിന്നെ പറയും, കെട്ടിപ്പിടിച്ച് റൂം എടുത്തിട്ട്, ചേട്ടാ എനിക്ക് മൂഡ് സ്വിങ്സ് ആണ്. ആമ്പിള്ളേർക്ക് മൂഡ് സ്വിങ്സ് ഇല്ലേ? ഉണ്ട്, അവർ പ്രകടിപ്പിക്കുന്നില്ല. എങ്കിൽ ഭാര്യയ്ക്ക് 4 അടി കൊടുത്തിട്ട് മൂഡ് സ്വിങ്സ് ആണ് അങ്ങോട്ടൊന്ന് പറഞ്ഞു നോക്കിക്കേ, കേൾക്കുമോ? അവർ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് വേറെ മൂഡ്, നാട്ടുകാരെ കാണുമ്പോൾ വേറെ മൂടെന്ന് അതും പറഞ്ഞ് അവിടെ അടി ഉണ്ടാക്കില്ലേ? സമാധാനം ഇല്ല കേട്ടോ. എല്ലായിടത്തും ഇത് തന്നെ പ്രശ്നം. ഞാനിവിടെ വന്നപ്പോൾ ആദ്യം ആലോചിച്ചത് മലയാളം എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് എടുക്കാമെന്നാണ്. പിന്നെ എൻ്റെ ഒരു ഗുരുകുല സമ്പ്രദായ പഠിത്തമൊക്കെ ആയതുകൊണ്ട് എനിക്കിപ്പോഴും 5ാം ക്ലാസ്സിൽ വെച്ചിട്ടേ എനിക്കൊരു 2 വീലറോ 4 വീലറോ തന്നിട്ട് മോളെ ഇത് 8 വെച്ച് കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ എടുക്കും. പക്ഷേ പെരുമ്പാമ്പിൻ്റെ അടക്കിലേക്ക് നിറെന്ന് പറയുന്ന അക്ഷരം എൻ്റെ പൊന്നോ, എനിക്കിപ്പോഴും അത് എഴുതാൻ അറിയത്തില്ല. ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് മാത്രമാണ് കുഴപ്പമുള്ളത്, കാരണം എന്നെക്കൊണ്ടാണ് ആർക്കും ഉപയോഗം അല്ല. നമ്മൾ ഈ എഴുതുമ്പോൾ അതിനകത്ത് അമ്മെന്ന് പറയുന്നൊരു അക്ഷരമുണ്ട്. അതെന്തിനാന്ന് എനിക്കിപ്പോഴും ഒരു പിടിയും കിട്ടില്ല. അമ്പുജോ, ഐരാവത്, ഇതൊക്കെ ഞാൻ അന്ന് പഠിച്ചതാണ്. എൻ്റെ കൈയുടെ തൊലിയൊക്കെ ആശാട്ടിയുടെ മുറ്റത്ത് ഇപ്പോഴും കിടപ്പുണ്ട്. പക്ഷേ ഇപ്പോഴും ഇതൊന്നും എനിക്കൊരു മുന്നോട്ടൊരിത് കിട്ടിയിട്ടില്ല. ഇത് പറയുമ്പോഴത്തേക്കും നമ്മളെല്ലാം പറയുമ്പോഴത്തേക്ക് ഈ പ്രേമം എന്ന് പറഞ്ഞ സാധനം കിടക്കി കയറി വരില്ല. എൻ്റെ ക്ലാസ്സിലൊരു ചെക്കനുണ്ടായിരുന്നു, അവൻ എപ്പോഴും എന്നെ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. എൻ്റെ കെട്ടിനില്ലാത്തതിൻ്റെ ധൈര്യത്തെ പുറത്താണ് പറയുന്നത്. റെക്കോർഡൊന്നും ഇത് കട്ട് ചെയ്തിട്ടിരുന്നേ, കഞ്ഞി പിടിച്ച് പോകണമല്ലോ. ഇവൻ എന്നെ ആദ്യം കണ്ടപ്പോൾ ഒരു ഇടവഴിക്ക് നിന്ന്, അന്ന് ഇടവഴികളാണല്ലോ. ഇപ്പം നമ്മൾ ഇൻസ്റ്റയിലൊക്കെ അല്ലേ ഫോളോ ചെയ്യുന്നത്, അന്ന് അങ്ങനെയല്ല. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഇന്ന് ഫോളോ ചെയ്ത് കളയും. അപ്പം അന്നത്തേന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് ഇപ്പം നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മളോട് ചോദിക്കും എന്താ പേരെന്ന് ചോദിച്ചാൽ നമ്മൾ മായ എന്ന് പറയും, മാളു എന്ന് പറയും. ഇപ്പം നമ്മൾ ആരോടുള്ള പേര് വെച്ചേ M_A_L_L ഇത് കണ്ടുപിടിക്കുമ്പോഴത്തേന് കേരളത്തിലെ മൊത്തം മാളുമാൾ നമ്മൾ ഇങ്ങോട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങും. അവസാനം നമ്മൾ കോഴിയാവും. അതപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവ എപ്പോഴും എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഈ മൊബൈൽ വഴി നോക്കുന്ന ഇതൊന്നും അല്ല. അന്നെന്ന് വെച്ചാൽ നമ്മൾ കണ്ണുകൾ കൊണ്ട് കഥ പറയും അല്ലേ? ഈ ഉത്സവത്തിന് നോക്കുന്ന ഒരുത്തനെ നോക്കി വെക്കും, അടുത്ത ഉത്സവത്തിൽ ദാണ്ടട അവൻ വേറൊരു പെണ്ണെ വിളിച്ചുകൊണ്ട് വരുന്നു. പ്രണയമൊക്കെ 1 വർഷത്തെ കാര്യമുള്ളൂ, തീർന്നു. ഒരു പോപ്കോണൊക്കെ കൊടുത്താൽ ഭയങ്കര സന്തോഷം. ഇപ്പോഴത്തെ ഐഫോണൊന്നും കൊടുത്ത് പ്രേമമൊന്നും മേടിക്കേണ്ട കാര്യമില്ല. അന്നൊരു പോപ്കോൺ മേടിച്ച് കൊടുത്ത സെറ്റ്. ഉത്സവപ്പറമ്പിലായിരുന്നു പ്രണയം ഒത്തിരി ഉള്ളല്ലേ? ഉത്സവപ്പറമ്പിലൊക്കെ പ്രണയം ഉണ്ടായിരുന്നോ? ആ, ഉത്സവത്തിന് പോകുന്ന ഇതിപ്പോൾ പ്രേമിക്കുന്ന ദിവസം നോക്കി അമ്പലക്കാർ ഉത്സവം വെക്കുന്ന പോലെ ഉണ്ട്. ഉത്സവ സമയത്തല്ല, ഞാൻ പ്രേമിക്കുന്ന ദിവസമായിരുന്നു ഉത്സവം. അന്നൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പം ഇവനൊരിക്കലും എന്നോട് എപ്പോഴും എന്നെ വായി നോക്കി ഒരു ദിവസം എന്നോട് പറയാണ്, എനിക്ക് നിന്നെപ്പറ്റി വർണ്ണിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ലെന്ന്. ഇപ്പം സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ബോഡി നോക്കാതെ എൻ്റെ ഉണ്ടാക്കി നോക്കിയിരുന്നതിന് മലയാള വാക്കുകൾ കിട്ടുമോ? ഇല്ല. എന്നിട്ട് ഇവൻ എനിക്കൊരു കത്തെഴുതി തന്നു. എനിക്കറിയാൻ പാടില്ല ഇത് എന്തോ ഞാൻ വിചാരിച്ച ഇവൻ എഴുത്തച്ഛനൊക്കെ ആയി പോകുന്ന രീതിയിൽ ഒരു കത്ത് അന്ന് എനിക്ക് തന്നു. അപ്പം എൻ്റെ വിചാരം എന്താ, ഇവൻ മനസ്സിൽ തോന്നിയത് എഴുതി ഇവൻ അത് എനിക്ക് കൊണ്ട് തന്ന് അല്ല. അന്നത്തെ ഏറ്റവും വലിയൊരു ജോലിയുണ്ട്, എന്തോന്നറിയോ? ഇന്ന് ആധാരം എഴുതാനിരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് പൊക്കണം. അന്നൊരു കത്തെഴുതി കൊടുക്കുന്ന പരിപാടിയുണ്ട്. ഒരു സിപ്പപ്പിന്, കപ്പലണ്ടി മുട്ടായിക്ക്, ബിരിയാണിക്കൊക്കെ കത്തെഴുതി കൊടുക്കും. അതിങ്ങനെ നോക്കി ഇവൻ അവനോട് പറഞ്ഞ് വേണ്ട എൻ്റെ അമ്മാവൻ്റെ മോനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ കത്തെഴുതി തന്നിരിക്കുന്നത്. അങ്ങനെ ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എനിക്ക് മലയാളം ഭയങ്കരമായിട്ട് എഴുതാനും വായിക്കാനും ഒക്കെ ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ആധികാരികമായിട്ട് മലയാളത്തെപ്പറ്റി അങ്ങനെ എന്ന് വെച്ചാൽ ഞാൻ മലയാളി അല്ല എന്നല്ല, മലയാളത്തെ അങ്ങനെ ഭയങ്കരമായിട്ടും അങ്ങനെ പറയാൻ എനിക്കത്ര അറിയില്ല.
എങ്കിലും ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഇവിടെ വന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റിയത് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിവിടെ വരുമ്പോൾ ഏത് സബ്ജക്റ്റ് എടുക്കും, ഏത് കണ്ടൻറ് എടുക്കും എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടൻറ് എൻ്റെ വീട്ടിൽ തന്നെ നടപ്പുണ്ട് 24 മണിക്കൂറും. അതാണ് എൻ്റെ അമ്മ. അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും കോമഡീകരിച്ച് പറയുകയാണെന്ന് പറഞ്ഞാലും അമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്നേഹം. നമ്മളിപ്പോൾ ഒരു കോടതി ചെന്ന് നിന്നാലുണ്ടല്ലോ, നമ്മൾ പറയുന്നതിന് നമ്മൾ സത്യസന്ധമായിട്ട് പറയും ഞാനല്ല തെറ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ ജഡ്ജി റേച്ച് പോടാ അവിടുന്ന്, വിശ്വസിക്കില്ല. വക്കീലിനോട് പറയും, വക്കീലും പറയും നിർത്തി പൊക്കോ ഇടിയാൻ തരുമെന്ന് പറയും. ഒരാൾ വിശ്വസിക്കില്ല. പക്ഷേ നമ്മുടെ നോട്ടത്തിലും ഭാവത്തിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരേ ഒരു വ്യക്തിയുള്ളൂ, അമ്മ എന്ന് പറയുന്നതാണ്. അതൊരു വലിയ കാര്യമാണ്. ഈ ലോകത്ത് നമ്മളിപ്പോൾ ഇരിക്കുന്ന നമ്മൾ പലരും, ഞാനൊക്കെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ടാണ്, ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ്. അതാണ് മെയിൻ. 2 ദിവസം ഞാൻ ഇല്ലെങ്കിൽ സമാധാനം അവിടെ ചിക്കനൊക്കെ മേടിച്ച് കാണും. അപ്പം അമ്മയുടെ ഒരു സപ്പോർട്ട്. അതിപ്പോൾ അമ്മ എൻ്റെ അമ്മ അല്ലെങ്കിൽ അവരുടെ അമ്മ അങ്ങനെയില്ല. അമ്മമാരൊരു മനസ്സുണ്ട്. അവരുടെ മുന്നിലുള്ള എല്ലാവരും മക്കളാണ്, അവർ മുന്നോട്ടാണ്. സ്ത്രീകൾ എന്തും ചില സമയങ്ങളിൽ സ്ത്രീകൾക്ക് ഭർത്താവ് എന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ട്, നമ്മൾ ആത്മഹത്യ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നെ മാനസികമായിട്ട് തകർക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു അസുഖം വന്നെന്ന് പറഞ്ഞവർ ചെയ്യും. പക്ഷേ ഒരു സ്ത്രീ പോലും ഇന്ന് വരെ എനിക്ക് പ്രസവവേദന സഹിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് മരിച്ചിട്ടില്ല. അവരങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടില്ല. അവർക്ക് ചെയ്യാൻ പറ്റില്ല. 2ാം ക്ലാസ് മുതൽ നമ്മളൊക്കെ കുഞ്ഞു പാവകളൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ മടിയിൽ വെച്ചുകൊണ്ട് കിടക്കും. കാരണം എനിക്കറിയാം ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാൻ അമ്മയാവും, അതവരതിന് തയ്യാറെടുക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് അമ്മ എന്നൊരു വിഷയം ഞാനിവിടെ അവതരിപ്പിച്ചത്. പിന്നെ എനിക്ക് ഈ ഹോർത്തൂസിൻ്റെ ഈ ഒരു കോഴിക്കോട് വരാൻ പറ്റിയത് വലിയ ഉപകാരമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് കടലിൽ ചാടേണ്ടി വരില്ല, നേരെയൊക്കെ ബാക്ക് വഴിയെങ്കിലും ഓടി രക്ഷപ്പെടാൻ പറ്റും എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റില്ല, ഒത്തിരി സന്തോഷമുണ്ട്. വിദ്യ ചേച്ചി എടുത്ത് ചോദിച്ചതുപോലെ എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടോ ചോദിക്കാം, പൈസ ഒഴിച്ച് ബാക്കി എന്തും. ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ടോ? ചേട്ടന്മാർക്ക് ഫ്രീഡം കൊടുക്കണേ, ചോദിക്കട്ടെ. ഉണ്ടോ? എന്നോട് എന്തെങ്കിലും ചോദിക്കണ്ടോ? ഉണ്ടോ? ഒന്നുമില്ല. നിങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ നിൽക്കുന്ന മൊത്തത്തിൽ. ചോദ്യങ്ങളില്ലേ? ഉണ്ടോ? ശരി, എന്നാ കടലിൽ ചാടണ്ട. എത്ര പ്രേമലേഖനം കിട്ടിയ എത്രത്തിന് മറുപടി അയച്ചു? പ്രേമലേഖനങ്ങൾ ഞാൻ തന്നെ വഴിയിലൊക്കെ എഴുതിയിട്ടിട്ട് ഞാൻ തന്നെ അവിചാരിതമായി പോയി എടുക്കുമായിരുന്നു. എനിക്ക് എന്നെ സന്തോഷിപ്പിക്കണ്ടേ? ഒരു മനുഷ്യന് സന്തോഷം കണ്ടെത്തണം ഇല്ലേ? ഞാൻ തന്നെ എഴുതിയിടുക, ഞാൻ തന്നെ എടുത്ത് വായിക്കുക എന്നൊക്കെ, അങ്ങനെയുള്ള പരിപാടിയായിരുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടോ? ചേട്ടൻ ഇത്രയും നേരം മിണ്ടാണ്ടിരുന്നാണേ. പ്രേമലേഖനമൊന്നും പറ്റൂല, കഞ്ഞി പിടിച്ച് പോകുന്ന കേട്ടിട്ട്. ഇല്ല, അങ്ങനെ എന്നെ ഇനി വിടത്തില്ല കേട്ടോ പരിപാടിക്ക്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചേട്ടാ? ഫ്രീഡം ഇല്ലേ? ഉണ്ടോ? ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പറയേച്ചി ഇങ്ങോട്ട് ചോദിക്കുക. എന്നാ ശരിയെന്നാ. ഇവിടെയുള്ള ആർക്കും എന്നോടൊന്നും ചോദിക്കാനില്ല. ഞാൻ സ്റ്റാൻഡപ്പ് കോമഡി ഉണ്ട്, അവൾ തന്നെ നിന്ന് വർത്തമാനം പറയും എന്നുള്ള പ്രിപ്പയർഡ് ചെയ്തിട്ടാണ് ഇവിടെ എല്ലാവരും വന്നിരിക്കുന്നത്. അപ്പോൾ എന്നോടൊരു 10 മിനിറ്റ് സംസാരിക്കണം എന്നാണ് പറഞ്ഞത്. ഞാൻ കൈ നിട്ട് മരണവെപ്രാളത്തിൽ 15 മിനിറ്റൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ ഹോർത്തൂസ് ഒരിച്ചിരി ഇതിൽ വന്നില്ലേ? വന്നു. പേരെന്താ ഇനി? എൻ്റെ പേര് മായാവി. ഐശ്വരി. വീട് ഉണർന്നതേ ഉള്ളല്ലേ. എൻ്റെ വീട് കൊല്ലം, കൊട്ടാരക്കരക്കാരിയാണ് ഞാൻ. ഹസ്ബൻഡിൻ്റെ പേര് സിജി ദാമോദരൻ, ഷെഫാണ്. കുട്ടികളുണ്ടോ? കുട്ടികളായിട്ടില്ല. കുട്ടികളായിട്ട് വേണം. പുതിയൊരു കണ്ടന്റ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നു, കിട്ടും. കുട്ടികളായ 2 ബമ്പർ ഉറപ്പ്. എന്താ മോനും എല്ലാം ചോദിക്കാനുണ്ടോ? ആണോ? എപ്പോഴത്തേക്കും പരിപാടി നിർത്താനാ? എന്തുവാ സ്റ്റേജ്? ഞാൻ സൂപ്പറാ. ഇന്ന് എവിടെ ഇന്ന് പിന്നെ ചോക്ലേറ്റിൻ്റെ കട എവിടെ? ഇന്ന് ഞാൻ സൂപ്പറാണ്. അയ്യോ എൻ്റെ പൊന്നെ, ഇത് വിദ്യ ചേച്ചിയുടെ മോളാണ് കേട്ടോ. ഇത് പെയ്ഡ് പ്രൊമോഷനാണ്. ഇത് പെയ്ഡ് ചെയ്ത ആളെ ഇറക്കിയേക്കുന്നു. മായാവിയുടെ യഥാർത്ഥ രൂപ എടുക്കുമെന്ന് പറഞ്ഞ് ഇതുവരെ എടുത്തിട്ടില്ല. ഇന്ന് എടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവരൊക്കെ ഭയങ്കര ഹാപ്പി ആയതുകൊണ്ട് എടുക്കുന്നില്ല.
ചില സാഹചര്യങ്ങളിൽ ഞാനത് എടുക്കുന്നതായിരിക്കും. പിള്ളേരൊക്കെ മായാവി എന്ന് പറയുമ്പോൾ ഇപ്പോഴും എൻ്റെ സ്വന്തക്കാരും എന്നെ ആരും കുഞ്ഞമ്മേന്ന് വിളിക്കാറില്ല, അപ്പച്ചിന്ന് വിളിക്കാറില്ല, മായാവി. അതുകൊണ്ട് എനിക്ക് എന്നെ ചേച്ചിന്ന് വിളിക്കുന്നത് കുറച്ച് ചുരുക്കം വില, എനിക്ക് നല്ലതാണ്, വയസ്സൊക്കെ മറച്ചു വെക്കാമല്ലോ. അപ്പോൾ ഈ കോഴിക്കോടിൻ്റെ മണ്ണിലേക്ക് എന്നെ വിളിച്ചതിന് ഹോർത്തൂസിന് ഒരുപാട് നന്ദി. എനിക്കിങ്ങനെ വന്ന് സംസാരിക്കാൻ പറ്റിയതിൽ. അടുത്ത വർഷവും ഇങ്ങനെയൊക്കെ പരിപാടികളുണ്ടെങ്കിൽ എന്നെപ്പോലെ ഇനിയും ഒരുപാട് സ്ത്രീകൾ ഈ ഒരു വേദിയിലേക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അരങ്ങിലേക്ക്, അടുക്കളയിൽ നിന്നും അരങ്ങിലേക്ക്, ഇപ്പോൾ ആരും അടുക്കളയിലൊന്നും ഇല്ല കേട്ടോ, വെറുതെ പറയുന്ന. എങ്കിലും കുറേ ചേച്ചിമാരുണ്ട്, ചേട്ടന്മാരും കുട്ടികളും എല്ലാവരും ഇങ്ങനെ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്നൊരു പ്രോഗ്രാം നല്ലതാണ്. സ്ത്രീകൾക്ക് പറ്റിയ ഒരു വേദിയാണ് സ്റ്റാൻഡപ്പ് കോമഡി. നമുക്ക് സമൂഹത്തോട് പറയാൻ പറ്റിയ പല കാര്യങ്ങളും ഹാസ്യവൽക്കരിച്ച് പറയുവാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരോട് പറയാനും നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു വഴി കൂടിയാണ് ഈ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ വന്ന് സംസാരിക്കാൻ പറ്റില്ല, ഒത്തിരി സന്തോഷം. ജഗദീശ്വരനോട് താങ്ക്സ് പറയുന്നു, കൂടുതൽ എൻ്റെ അമ്മയോടും ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീകളോടും ചേട്ടന്മാരോടും ചേച്ചിമാരോടും. അപ്പോൾ ഒത്തിരി താങ്ക് യു കോഴിക്കോട്, താങ്ക് യു സോ മച്ച്.